അപ്പോൾ കർത്താവ് 21 അടയാളങ്ങൾ പറഞ്ഞ അന്ത്യകാലത്തെക്കുറിച്ച്. അതെല്ലാം സാധാരണ ദൈവമക്കൾക്ക് കാണാപ്പാടമാണ്. എങ്കിലും കർത്താവ് പറഞ്ഞ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളിലേക്ക് ഒന്ന് വരികയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. ലൂക്കോസ് 17:26. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നോക്കിക്കേ ദൈവമക്കളെ, എത്ര മനോഹരമായി ലളിതമായിട്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കമ്പാരിസൺ പറയത്തില്ലേ, അതുപോലെയാണ് കർത്താവ് പറഞ്ഞത്. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യ, ഒന്നുകൂടെ വായിച്ചാട്ടെ. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ കാലത്തും സംഭവിക്കും. അടുത്ത വാക്യം. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. അടുത്ത വാക്യം കൂടെ. ജലപ്രളയം വന്നു അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. അടുത്ത വാക്യം. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചത് പോലെയും തന്നെ. കർത്താവ് പറഞ്ഞു, 2000 വർഷം മുമ്പ് പറഞ്ഞതാ. ശിഷ്യന്മാര് ചോദിച്ചു, നേരത്തെ മുതൽ ചോദിക്കുന്നുണ്ട്, കർത്താവ് നിരവധി അടയാളങ്ങൾ പറഞ്ഞു. അതിലാദ്യം പറഞ്ഞ അടയാളമാണ് ഈ വായിച്ചത്. അതിനുശേഷമാണ് ഒടുവിലാണ് പറയുന്നത് ജാതി ജാതിയോടിതെല്ലാം. നോഹയുടെ കാലത്ത് സംഭവിക്കുന്ന ഒരു സിസ്റ്റം മനുഷ്യരിലുണ്ടാകുമ്പോൾ ഓർത്തോണം, അത് അന്ത്യകാലം. എന്താണ് നോഹയുടെ കാലത്തെ സിസ്റ്റം? ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലുതെന്നും ഹൃദയ വിചാരത്തിൻ്റെ നിരൂപണങ്ങൾ എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്നും യഹോവ കണ്ടു. ഇന്നത്തെ കാലഘട്ടത്തെ നിങ്ങളൊന്ന് നോക്കിക്കേ. വിദ്യാഭ്യാസത്തിന് കുറവുണ്ടോ? സംസ്കാരത്തിന് കുറവുണ്ടോ? സമ്പത്തിന് കുറവുണ്ടോ? സ്വാതന്ത്ര്യത്തിന് കുറവുണ്ടോ? അലങ്കാരങ്ങൾക്ക് കുറവുണ്ടോ? ഇല്ല. ഇത്രയും ദുഷ്ടതയുള്ളൊരു തലമുറയുണ്ടോ? വെറും സിമ്പിളായിട്ട് നോക്കിക്കേ. രക്ഷയുടെ അനുഭവത്തിലുള്ള ദൈവമക്കൾ നമ്മളൊരു AC റൂമിൽ ഇരിക്കുന്നത് പോലെ നമ്മൾ ആത്മീയത്തിലിരിക്കുന്നതിനാൽ പൊതുലോകം അറിയുന്നില്ലെങ്കിലും മീഡിയത്തിൽ കൂടി വരുന്ന വാർത്തകൾ കാണുന്നില്ലേ? ഇതുപോലെ ദുഷ്ടതയുള്ളൊരു കാലമുണ്ടോ? ആരെയെങ്കിലും വിശ്വസിക്കാൻ ഒക്കുമോ? ആരെയെങ്കിലും വിശ്വസിക്കാൻ ഒക്കുമോ? ചതിവ്, വഞ്ചന, മ്ലേച്ഛത ആകാശത്തോളം കുമിഞ്ഞില്ലേ? ആകാശത്തോളം കുമിഞ്ഞില്ലേ? ഇതെല്ലാം ഉണ്ടായിട്ടും വല്ലതും പ്രയോജനമുണ്ടോ? നിരാശ വർദ്ധിച്ചില്ലേ? നിങ്ങൾക്കറിയാവോ, 40% മെന്റൽ പേഷ്യൻസ്, മാനസിക രോഗങ്ങൾ വർദ്ധിക്കുന്നു. മനസ്സിന്റെ സമനില തെറ്റുന്നു. ആത്മഹത്യ പെരുകി. പഴയ കാലത്ത് ആത്മഹത്യ 2 കാരണമാ. 1 പട്ടിണി, 2 പ്രേമനൈരാശ്യം. ഇപ്പം അതൊന്നുമില്ല. അത് 2 ഇല്ലെന്ന് മനസ്സിലായോ? ഇന്നത്തെ ആത്മഹത്യ സാധാരണക്കാരല്ല, അതിസമ്പന്നർ. വാർത്തകൾ നിങ്ങൾ കാണുന്നില്ലേ? പഴയ കാലത്ത് ആ പട്ടിണി, പ്രേമനൈരാശ്യം. എന്നാൽ ഇതൊക്കെ പോയി ഇന്ന് അതിസമ്പന്നർ ആത്മഹത്യ ചെയ്തതിൻ്റെ അർത്ഥം എന്താ? സമ്പത്ത് കൊണ്ട് സമാധാനമില്ല, അറിവ് കൊണ്ട് സമാധാനമില്ല. മനുഷ്യർ നോഹയുടെ കാലത്തെ പോലെ തന്നെയായി. ദുഃഖകരമായ സത്യമല്ലേ? ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ ഉണ്ടാകും. ആരെങ്കിലും കരുതിയോ ഇങ്ങനൊരു കാലം വരുമെന്ന്? ലോത്തിന്റെ കാലത്തെ പാപം എന്താണ്? സ്വവർഗഭോഗം. ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കിക്കേ. ചാക്കോച്ചൻ കുഞ്ഞപ്പനെ കല്യാണം കഴിക്കുന്ന കാലം. ശരിയാണോ? മറക്കേണ്ട കാര്യമൊന്നുമില്ല. അന്നമ്മയുടെ ഭർത്താവ് കുഞ്ഞമ്മ വന്നില്ലേ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 23ാമത്തെ രാജ്യം അത് അനുവദിച്ച. ദുഃഖത്തോടെ വിളിച്ചു പറയാം, സെയിം സെക്സ് വിവാഹം നടത്തിക്കൊടുക്കുന്ന ക്രൈസ്തവ പള്ളികളുണ്ട്. നോഹയുടെ കാലം പോലെ ആയോ? ലോത്തിന്റെ കാലം പോലെ ആയോ? അറിവില്ലേ? വിദ്യാഭ്യാസമില്ലേ? ഇത്ര ഗതികേട് വരാൻ കാരണം എന്നാ? നമുക്ക് ക്രൈസ്തവ ലോകത്തിന് പുറത്തോട്ട് പോകേണ്ട കാര്യമില്ല. ക്രൈസ്തവ ലോകത്തിലേക്ക് നോക്കിക്കേ. ഈ സിസ്റ്റം സാധാരണമായില്ലേ? കർത്താവ് പറഞ്ഞില്ലേ? 2000 വർഷം മുമ്പ് കർത്താവ് പറഞ്ഞു, എൻ്റെ വരവിൻ്റെ അടയാളത്തിൽ പ്രത്യാനം ധാർമ്മിക അധപ്പതന ലോകത്തിൽ അതിൻ്റെ അത്യുഗ്ര സ്ഥിതിയിലെത്തുമ്പോൾ ഓർത്തുകൊള്ളണം, ഞാൻ വാതുക്കൽ. നമുക്ക് മുന്നറിയിപ്പാ. നിരവധി അടയാളങ്ങളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കർത്താവ് പറഞ്ഞു, ക്ഷാമവും ഭൂകമ്പവും മഹാവ്യാധികളും അവിടെ വളരെ ചിന്തിക്കേണ്ടതാ. മഹാവ്യാധി വേദപുസ്തകം നമ്മളെ നോക്കിക്കേ. നമ്മൾ ഈ
മേലിൽ സംഭവിക്കേണ്ട 10 കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. പക്ഷേ എനിക്ക് കിട്ടുന്ന ഗൈഡൻസ് തിരിഞ്ഞു പോകുന്നതുകൊണ്ട് ഞാൻ ആത്മാവിനെ അനുസരിച്ച് പറയുക. കർത്താവിൻ്റെ വരവിന് ശേഷം ഈ ഭൂമി ഒരു ഡബിളിക് യൂണിവേഴ്സ് ആകും. 10 കാര്യങ്ങളാണ് മേലിൽ നടക്കുന്നത്. അതിൽ ആദ്യത്തെ സംഭവം ഈ തലമുറയിൽ റാപ്ചർ. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ കാണാം, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. തുടർന്ന് പഠിക്കുമ്പോൾ കാണാം 10 കാര്യങ്ങൾ. അതിൽ ആദ്യത്തെ കാര്യമാണ് റാപ്ചർ. ഈ തലമുറയിൽ വേദപുസ്തകത്തിൽ ഇല്ലാതെ 2 പദമുണ്ട്, റാപ്ചർ, ട്രിനിറ്റി. ഇത് 2 വാസിറ്റീസ് ഇല്ല. പഠിച്ചാൽ ബൈബിളിൽ മുഴുവൻ കാണാം. ഈ തലമുറ കാണാൻ പോകുന്ന 3rd വേൾഡ് വാർ അല്ല, ഒരാറ്റം വാർ അല്ല. അതെല്ലാം സംഭവിക്കും. സയൻസ് പറയുന്ന എല്ലാം സംഭവിക്കും. സൂര്യൻ മാറിപ്പോവും, സൂര്യൻ ഉറങ്ങാൻ പോവുക, ഹിമാലയ ഒടിഞ്ഞ് ഇന്ത്യയുടെ മേൽ വന്ന് വീഴും, കണ്ടുപിടിച്ചു. ഈ തുറമുഖ നഗരങ്ങൾ മുഴുവൻ കടൽ കാർന്നെടുക്കും. പക്ഷെങ്കിൽ അതെല്ലാം സംഭവിക്കും. അതിനു മുമ്പേ ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് ഈ ഭൂമിയിലുണ്ട്. ദൈവത്തിന് തൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട തൻ്റെ കാന്ത, വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട കാന്ത. ആ കാന്തയെ എടുത്ത ശേഷം ഓരോന്നായിട്ട് നടക്കുന്നതിൻ്റെ ക്രമീകരണങ്ങൾ നടന്നിരിക്കുക. അതിലൊന്നാണ് മഹാവ്യാധി. അതുമാത്രം പറഞ്ഞിട്ട് ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് കയറുകയാണ്. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു, റാപ്ചറിന് ശേഷം 3 വർഷം കഴിയുമ്പോൾ ലോകത്തിലൊരു മഹാരോഗമുണ്ടാകും. ആ രോഗം 4-1 ജനങ്ങളിൽ വരും. 3 മാസം ശരീരത്തിൽ നിൽക്കും. 4-1 ജനം മരിച്ചു മാറും. ഇതിൻ്റെ ആരംഭമാണ് 2019 നടന്ന കൊറോണ. അത് തുടക്കമിട്ടു. നിങ്ങൾക്കറിയാമല്ലോ, കൊറോണ വൈറസ് തീർന്നിട്ടില്ല. ഇറ്റ് ഈസ് ഇൻ ദ വേൾഡ്. അത് സിസ്റ്റം മാറി വേറെ പേരിൽ അറിയപ്പെടുന്നു എന്ന് മാത്രം. പ്രൈസ് ദി ലോർഡ്. കൊറോണ വൈറസ് ഇപ്പോൾ പല പേരിൽ അറിയപ്പെടുന്നു. ഇറ്റ് ഈസ് ദെയർ. എന്നാൽ വേദം ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 6:7 വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 6:7. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അടുത്ത വാക്യം. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന് പേര്. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളയുവാൻ ഭൂമിയുടെ 4-1 അധികാരം ലഭിച്ചു. കാലാംശം 4-1. 3 മാസം അധികാരം കിട്ടുമെന്ന് കർത്താവ് സഭ എടുക്കപ്പെട്ട് 3 വർഷം കഴിഞ്ഞ്. ഇത് സംഭവിക്കണമെങ്കിൽ അന്നല്ല ആ രോഗം 2019 വെളിപ്പെട്ടത്. ഇതെവിടെ നിന്ന് വന്നു? പല രാജ്യക്കാരും പലതും പറയും. ഓന്ത് കൊണ്ടുവന്നു, കുരങ്ങ് കൊണ്ടുവന്നു, മൂങ്ങ കൊണ്ടുവന്നു. അതെങ്ങനെയായിക്കട്ടെ, ബൈബിൾ എന്ത് പറയുന്നു, സയൻസ് എന്ത് പറയുന്നു? സയൻസും ബൈബിളും കൈകോർക്കുന്ന നിങ്ങളെ ഞാൻ കാണിക്കാം. ഈ വല്ലാത്ത രോഗങ്ങൾ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് എങ്ങനെയെന്ന് കണ്ടുപിടിക്കുവാൻ ലോകത്തിലെ പ്രമുഖരായ ശാസ്ത്രജ്ഞന്മാർ ഒരു സൊസൈറ്റി ഫോം ചെയ്ത് ഒരു പരീക്ഷണം നടത്തി. കുട്ടികൾ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുക. അവരെ ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ 4 ഗ്യാസ് എടുത്തു. ശ്രദ്ധിക്കണമേ, ഈ 4 ഗ്യാസ് അന്തരീക്ഷത്തിൽ ലോകത്തിൽ എവിടെയും സുലഭം. ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ 4 ഗ്യാസ് എടുത്തിട്ട് ഒരു മൂലകം, ഒരു എലിമെന്റ് മിക്സ് ചെയ്തു, സൾഫർ. ഹൈഡ്രജൻ, കാർബൺ. ഹാഗായി പ്രവചനം ഒന്ന് എടുത്തു വെച്ചേക്കണം. ആരെങ്കിലും ദൈവദാസന്മാരോ ദൈവദാസിമാരോ ഞാൻ പറയുമ്പോൾ വായിക്കണം. ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ പ്ലസ് സൾഫർ. ഇലക്ട്രിക്കൽ പവർ സ്വാഭാവികമായിട്ട് കടത്തിവിട്ടു, ഒരു ചേഞ്ചുമില്ല. ലേസർ റേ കയറ്റിവിട്ടു, നോ ചേഞ്ച്. പല റേയും കയറ്റിവിട്ടിട്ട് ഒരു ചേഞ്ചും ഇല്ല. ഒടുവിൽ കേൾക്കണമോ, പരീക്ഷണാർത്ഥം അൾട്രാ വയലറ്റ് കയറ്റിവിട്ടു, UV. അവർ ഞെട്ടി വിറച്ചുപോയി. അവർ 3 പേരും പരീക്ഷണശാലയ്ക്ക് വെളിയിൽ ചാടി. ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, സൾഫർ, UV കയറ്റിക്കഴിഞ്ഞപ്പോൾ അതിനകത്തെ ജീവന്റെ ഘടന വെറും ജീവനല്ല. എന്റെയും നിങ്ങളുടെയും ശരീരത്തിലെ DNA ലൈവായിട്ട് നിലനിർത്തുന്ന 2 വസ്തുണ്ട്. അതുള്ളത് കൊണ്ടാണ് ഞാൻ മൈക്ക് പിടിച്ച് പ്രസംഗിക്കുന്നത്.
അതുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വേറെ സിസ്റ്റമാ. നമ്മുടെ DNA ലൈവാക്കുന്ന 2 വസ്തുക്കളുണ്ട്, മെഡിക്കൽ സ്റ്റാഫിലുണ്ട്, അവർക്കറിയാം. പിരാമിഡൻ, പ്യൂരിറ്റൻ, ഇത് രണ്ടും ആ ഫ്ലാസ്കിനകത്തുണ്ടായി. ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, സൾഫർ, UV. ദാ അന്തരീക്ഷത്തിൽ ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ഉണ്ട്. എന്നാൽ ഹഗായി പ്രവചനം ഒരു സയൻസും ഇല്ലാഞ്ഞപ്പോൾ 2600 വർഷം മുമ്പേ എനിക്കും നിങ്ങൾക്കും വേണ്ടി എഴുതി വായിക്കാം. ഹഗായി പ്രവചനം 2-ാം അധ്യായം 6-ാം വാക്യം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. യഹോവയുടെ അരുളപ്പാടാ. അടുത്ത വാക്യം. ഇനി കുറെ കാലം കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും 5 ഇളക്കം കേട്ടോണം. ആകാശത്തെ ഇളക്കും, ഭൂമിയെ ഇളക്കും, കടലിനെ ഇളക്കും, കരയെയും ഇളക്കും. കരയെ ഇളക്കും. പിന്നെ അടുത്ത ഇളക്കം, ഞാൻ സകല ജാതികളെയും ഇളക്കും. നോക്കിക്കേ, ആകാശത്തെ ഇളക്കും, ഭൂമിയെ ഇളക്കും, കടലിനെ ഇളക്കും, കരയെ ഇളക്കും, സകല ജാതികളും. അതിന്റെ പുറകിലോ സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. സകല ജാതികൾ ഇളകി കഴിയുമ്പോൾ പാട്ടെഴുതിയ കുഞ്ഞുങ്ങൾ പാടിയതുപോലെ 10,000-ങ്ങളിൽ സുന്ദരൻ, സകല ജാതികളുടെയും സകല മനുഷ്യവർഗത്തിന്റെ സുന്ദരൻ എഴുന്നള്ളും. ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ അന്തരീക്ഷത്തിലുണ്ട്. കരയെ ഇളക്കും, കടലിനെ ഇളക്കും. കഴിഞ്ഞ 35 വർഷം കൊണ്ട് നിരവധി വോൾക്കാനോ എക്സ്പ്ലോഷൻ കടലിലും കരയിലും ഉണ്ടായി. അഗ്നിപർവ്വത സ്ഫോടനം, 5-ാമൻ സൾഫർ കയറി വന്നു. ഞാൻ ആകാശത്തെ ഇളക്കും. ആകാശത്തിന്റെ സെക്കൻഡ് സ്ട്രാറ്റോസ്ഫിയർ 1.5 കോടി കിലോമീറ്റർ കീറി. 8% അപ്പുറം UV ഇറങ്ങി വന്നു. നോക്കിക്കേ, ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ അന്തരീക്ഷത്തിൽ. വൾക്കാനോ എക്സ്പ്ലോഷനിൽ സൾഫർ കയറി വന്നു. ആകാശത്തെ കീറിക്കഴിഞ്ഞപ്പോൾ UV ഇറങ്ങി വന്നു. മാരകമായ രോഗമുണ്ടായി. മലയാളി പനിച്ചു തുള്ളി, സായിപ്പ് പനിച്ചു തുള്ളി, ജപ്പാൻകാരൻ പനിച്ചു തുള്ളി, ചൈനക്കാരൻ പനിച്ചു തുള്ളി, സകല ജാതികളും പനിച്ചു തുള്ളി. എങ്കിൽ സകല ജാതികളുടെയും മനോഹര വസ്തു വരും. ഈ മാരകമായ വൈറസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സയൻസിനും ബ്ലോക്ക് ചെയ്യാനൊക്കത്തില്ല. അതിൻ്റെ പ്രായം കൂടിക്കൂടി വരുന്നു. നമ്മൾക്ക് ഈ രോഗങ്ങളൊന്നും മറ്റൊരു റിഹേഴ്സലായിരുന്നു. അതിപ്പോൾ പറയാൻ ഒക്കത്തില്ല, സമയമില്ല. ആൻറ്റി ക്രൈസ്റ്റ് വിജയത്തോടെ ഈ ലോകത്തിൽ ജീവിക്കും, നടത്തുമെന്നുള്ളതിൻ്റെ റിഹേഴ്സലൂടെ നടത്തി. 2019-20 ഈ ലോകത്തിൽ ജീവിച്ചതിനാൽ നമ്മളും അതിൽ പങ്കെടുത്തു. അങ്ങനെ അടയാളങ്ങൾ തികഞ്ഞു നിൽക്കുന്നു. ഇനി ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ദൈവത്തിൻ്റെ കാഹളം, കർത്താവിൻ്റെ ഗംഭീര നാദം, പ്രധാന ദൂതന്റെ ശബ്ദം. ആകാശത്തട്ടുകൾ ഒരുങ്ങിക്കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ആകാശത്തിൻ്റെ ഉത്തരഭാഗത്തേക്ക് ഒരു വലിവ് പോലെ, ഒരു ആക്ഷൻ പോലെ വരുന്ന എന്താ? എന്നെയും നിങ്ങളെയും രൂപാന്തരപ്പെടുത്തി കൊണ്ടുപോകാനുള്ള പരിപാടിയാ. അത് നമുക്ക് നാളെ ചിന്തിക്കാം. എന്നാൽ ആ സമയത്തെ ഈ ലോകം കലങ്ങി മറിയുന്നു. സമാധാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ദൈവമക്കളുടെ വീടുകളിലല്ലാതെ സമാധാനമില്ല. നമ്മുടെ എത്ര മനോഹരമാണ് നമ്മുടെ ലൈഫ് എന്നറിയാമോ? സെക്കുലർ ലോകത്തിലേക്ക് ഇറങ്ങണം, വല്ല സ്വസ്ഥതയും ഉണ്ടോ? ഇല്ല. കാരണം സമാധാന പ്രഭു സമാധാന മക്കളോട് മാത്രം. മറ്റേ കലക്കത്തിൻ്റെ ആത്മാവ് ചാടിക്കൊണ്ടിരിക്കുക. സാത്താൻ ഈ ലോകത്തെ അവന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ മറ്റൊരു ഗൗരവമുള്ള കാര്യമാണ് ഇനി പറയുവാനുള്ളത്. എബ്രായ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഈ സമയത്ത് നമ്മളുടെ പോസ്റ്റ് എന്താണ്, നമ്മളുടെ ഗോൾ എന്താണ്, നമ്മുടെ സ്ഥിതി എന്താണ് വായിക്കാം. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദാനം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ. 3-ാം അധ്യായം 1-ാം വാക്യം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ. ഇവിടെ ഇരിക്കുന്നവരെല്ലാം സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാ. നമ്മളെ എന്തിനു വിളിച്ചു? പ്രധാനമായിട്ട് 7 കാര്യങ്ങൾക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിൽ 7-ാമത്തെ കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെ വിളിച്ചിരിക്കുന്ന പ്രധാനമായിട്ട് 7 കാര്യങ്ങളാണ്. 1, വാഗ്ദത്തങ്ങൾ നൽകാനാ. അപ്പോസ്തലപ്രവൃത്തി 2:39 വാഗ്ദത്തം നിങ്ങൾക്കും ദൂരസ്ഥരായ, അറിയാമല്ലേ? അപ്പോസ്തലപ്രവൃത്തി 2:39 വായിച്ചേ.
വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ആ. നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ അവർക്കേ ഉള്ളൂ വാഗ്ദാനം. എല്ലാവർക്കും ഇല്ല വാഗ്ദാനം. സ്വർഗത്തിലെ വാഗ്ദാനം സ്വർഗീയ വിളി കേട്ടവർക്ക്. 2, വിളിച്ചിരിക്കുന്നത് ദൈവീക ശുശ്രൂഷയ്ക്കാണ്. എബ്രായ ലേഖനം 5:4 കാണാം, അഹരോനെ പോലെ ദൈവീക ശുശ്രൂഷയ്ക്ക് വിളിക്കുക. 3-ാമത്തെ പർപ്പസ് കർത്താവിൻ്റെ സാക്ഷികളാകുക. നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. 4-ാമത്തെ പർപ്പസ് ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളാകുക. വാക്യങ്ങൾ അറിയാമല്ലോ. 5-ാമത്തെ പർപ്പസ് സാത്താനോട് എതിരിടുക. റെസിസ്റ്റ് ദ ഡെവിൾ. വേറെ ആർക്കും ആ പ്രൊവിഷൻ ഇല്ല. രക്ഷിക്കപ്പെട്ട അഭിഷേകത്തിൻ്റെ ശക്തിയുള്ള ദൈവമക്കൾക്കല്ലാതെ ഈ ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാർക്കോ ധനവാന്മാർക്കോ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ മിസൈൽ നിർമ്മിക്കുന്നവനോ സാത്താനെ റെസിസ്റ്റ് ചെയ്യാനൊക്കത്തില്ല. ഇതിനകത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് സാത്താനെ റെസിസ്റ്റ് ചെയ്യാം. കരങ്ങളെ കുറിച്ച് സ്തുതിക്കാം. 6-ാമത്തെ വിളിയുടെ ഉദ്ദേശം എന്തിനാണെന്നറിയാവോ? ദൈവത്തെ മഹത്വപ്പെടുത്താൻ. സങ്കീർത്തനം 32:11. 7-ാമത്തെ കാര്യത്തിലേക്ക് ഞാൻ വരികയാണ്. വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 26-ാം വാക്യം. ജോൺ 10. നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായികയാൽ വായിച്ചാട്ടെ. വിശ്വസിക്കുന്നില്ല. ആ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ആ ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. അടുത്ത വാക്യം. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. ഞാൻ അവയ്ക്ക് നമ്മളെ വിളിച്ചിരിക്കുന്നത് നിത്യജീവനാണ്. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞില്ലേ നിത്യജീവനെ കുറിച്ച്? അതൊക്കെ പരിശുദ്ധാത്മാ പറയിപ്പിക്കുന്നതാണ്. എൻ്റെ മനസ്സിൽ വന്ന ആശയം അദ്ദേഹത്തിൽ അഭിഷേകവും എൻ്റെ അഭിഷേകവും ഒരേ ശക്തിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. മനസ്സിലായോ? അതാണ് ആത്മാവിൻ്റെ ഐക്യത കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിൽ നിന്നും ഞാൻ എവിടെ പ്രസംഗിക്കാൻ പോയാലും ആരെങ്കിലും ഒരാൾ കൂടി എൻ്റെ പ്രസംഗ വിഷയത്തിൻ്റെ ഒരു വാക്കെങ്കിലും എനിക്ക് കർത്താവ് ടോക്കണായിട്ട് തരും. കാരണം നിന്നെ ഞാൻ ഇവിടെ അയച്ചതിൻ്റെ തെളിവാണ്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞില്ലേ? നോക്കിക്കേ, നിത്യതയ്ക്ക് നമ്മളെ വിളിച്ചു. നമ്മൾ പഠിച്ചാൽ കാണാം എല്ലാ മനുഷ്യർക്കും നിത്യതയുണ്ട്. ദൈവദ്വേഷികൾക്കും നിരീശ്വരനും ആത്മീയനും അനാത്മീയനും പെന്തക്കോസ്തുകാരനും അല്ലാത്തവർക്കെല്ലാം നിത്യജീവനുണ്ട്. കാരണം ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിലും ബൈബിളിലും പഠിച്ചാൽ കാണാം ഒരു വസ്തു ഇല്ലാതെ പോകുന്നില്ല. നമ്മുടെ ശരീരം മണ്ണോട് ചേർന്നാലും ഈ ലോക ജീവിതം കഴിയുമ്പോൾ ആത്മാവ് 2 ചാനലിൽ യാത്ര ചെയ്യും. സയൻസ് തെളിയിച്ചതാണ്. ആ തിയറിയുടെ പേരാണ് ലൈഫ് ആഫ്റ്റർ ലൈഫ്. മെഡിക്കൽ സയൻസ് തെളിയിച്ചു മരിച്ച ശേഷം ജീവനുണ്ട്. അത് വിശദീകരിക്കാൻ പോയാൽ നമ്മുടെ കൺവെൻഷൻ ബ്ലോക്ക് ആകും. അതുകൊണ്ട് അങ്ങോട്ട് കയറുന്നില്ല. വേണേൽ പേഴ്സണലായിട്ട് ചോദിച്ചാൽ പറയാം. ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്ന് പറയുന്ന തിയറി എന്താണെന്ന് ചോദിച്ചാൽ മരിച്ചതിന് ശേഷവും മനുഷ്യർ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ സ്പഷ്ടമായ തെളിവാണ്. പ്രൈസ് ദി ലോർഡ്. വേണമെങ്കിൽ ഞാനൊരു 3-4 മിനിറ്റ് കൊണ്ടൊന്ന് പറഞ്ഞേക്കാം. നിങ്ങളിങ്ങനെ ആങ്സൈറ്റിയോടെ ഇരിക്കുന്നത് എന്നെ ഈ പറയുന്നതാണ്. ചത്തുപോയാൽ തട്ടിപ്പോയാൽ തീർന്നെന്ന് പറഞ്ഞാൽ പിന്നെയും പറയുക ജീവിക്കുന്നത് കള്ളുകൂടിയും തോമാച്ചനും ഉണ്ടെന്ന് നിത്യത. യെസ്, കറക്റ്റ്. ലോകത്തിൽ നമ്മുടെ ഇന്ത്യ അത്രത്തോളം ഡെവലപ്പ് ചെയ്യാത്ത സമയത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ആധുനിക എക്യുപ്മെൻറ്റ്സ് ഒക്കെ മെഡിക്കൽ സയൻസിലുള്ള കാലത്തെ VVIPs അല്ല VVIPസിനെ അഡ്മിറ്റ് ചെയ്തു. അവരെ ഹോസ്പിറ്റലിൽ ചെന്നു, അവർ മരിച്ചു. ക്ലിനിക്കൽ ഡെത്ത് എന്ന് പറഞ്ഞെന്നാൽ 3 അക്ഷര. മെഡിക്കൽ സ്റ്റാഫ് ഉണ്ടല്ലോ, ഞാൻ മുറത്തേക്ക് കയറി വെടിവെക്കല്ല, എങ്കിലും മറ്റുള്ളവർ പറയുക. 1 റെസ്പിറേഷൻ നിൽക്കുന്നു, 2 ബ്ലഡ് സർക്കുലേഷൻ നിൽക്കുന്നു, 3 കണ്ണിൻ്റെ പ്യൂപ്പിളിൻ്റെ ചലനം നിന്നാൽ ആൾ പോയി. അതിൻ്റെ പേരാ ക്ലിനിക്കൽ ഡെത്ത്. മരണത്തിന് ടൈമുണ്ട്. സോമാറ്റിക്കൽ ഡെത്ത്, മോളിക്യൂളർ ഡെത്ത്. സോമാറ്റിക്കൽ ഡെത്ത് എന്ന് കഴിഞ്ഞ് 3 മണിക്കൂർ കഴിഞ്ഞ് മോളിക്യൂളർ ഡെത്ത് ആകത്തുള്ളൂ. അപ്പോൾ ഡെത്ത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. സോമാറ്റിക്കൽ ഡെത്തിൽ ശ്വാസം പോകുന്നു. 3 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ കോശങ്ങൾ ചാകുന്നതാണ് ഫൈനൽ ഡെത്ത്. അതുകൊണ്ടാണ് ഒരു ഡെഡ് ബോഡി 3 മണിക്കൂറിനകം മോർച്ചറിൽ എത്തിക്കണമെന്ന നിയമം. കാരണം അത് റോട്ടിങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നടക്കത്തില്ല. പല ഹോസ്പിറ്റലുകളും VVIPs ഇങ്ങനെ കിടന്നു. അവർ വാസ്തവത്തിൽ ക്ലിനിക്കൽ ഡെത്ത് സംഭവിച്ചു. പലർക്കും ഓക്സിജൻ നിന്നു, ബ്ലഡ് സർക്കുലേഷൻ നിന്നു, കണ്ണിൻ്റെ ചലനം നിന്നു. ഉടൻ കേട്ടുകൊള്ളുക, മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് തയ്യാറാക്കി റെഡിയാക്കി CPR കൊടുത്തു, കാർഡിയോ പൾമിനറി റെസിസ്റ്റേഷൻ കൊടുത്തു, അങ്ങനെ ഓക്സിജൻ കൊടുത്തു. അങ്ങനെ കൊടുത്തവർ ജീവിച്ചു. നിരവധി കേസുകൾ. അപ്പോൾ
ഡോക്ടേഴ്സായ ശാസ്ത്രജ്ഞന്മാർക്കൊരു ക്യൂരിസിറ്റി. 7 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയപ്പോൾ എക്സ് മരിച്ചു. ഞങ്ങൾക്കറിയാം 7 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയപ്പോൾ എക്സ് മരിച്ചു. ഞങ്ങൾ മെഡിക്കൽ ആപ്ലിക്കേഷൻ നടത്തി. 7 മണിക്ക് 20 സെക്കൻഡ് കഴിഞ്ഞ് എക്സ് ജീവിച്ചു. ഈ 20 സെക്കൻഡ് എക്സ് എവിടെ ആയിരുന്നു? ഈ റിസർച്ചിൻ്റെ പേരാണ് ലൈഫ് ആഫ്റ്റർ ലൈഫ്. ഇങ്ങനെ മരിച്ച് ജീവിച്ച ഒരു നിരവധി ആളുകളുടെ കളക്ഷൻസ് അവരെടുത്ത് അവരെ ഇൻ്റർവ്യൂ ചെയ്തു. റീഡേഴ്സ് ഡൈജസ്റ്റിലൊക്കെ വന്നതാണ്. നിങ്ങൾ വായിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ പറഞ്ഞു കേട്ടോണം. ഒരു കൂട്ടർ പറഞ്ഞു, ഞങ്ങൾ ബെഡിൽ കിടന്നു, ചട്ടന്തി ഞങ്ങളുടെ വെയിറ്റ് എല്ലാം പോയി, ഞങ്ങൾ മേലോട്ട് പഞ്ഞി പോലെ പൊങ്ങി, പഞ്ഞി പോലെ ഞങ്ങൾ പൊങ്ങി. ഒരാൾ പറഞ്ഞു എൻ്റെ ഭാര്യ കരയുന്നത് കാണാം, വേറൊരാൾ പറഞ്ഞു ഡോക്ടർ ഓടി വരുന്നത് കാണാം, വേറൊരാൾ പറഞ്ഞൊരു നേഴ്സ് എൻ്റെ ശരീരത്തിൽ എന്തോ ഒക്കെ ചെയ്യുന്നത് കാണാം. ഞാനിങ്ങനെ പൊങ്ങി ഒരു ടണലിൽ കൂടെ പോയി മേലോട്ട് ചെന്നു, അതിപ്രകാശമുള്ള ഒരു സ്ഥലത്ത് ചെന്നു. എനിക്കിങ്ങോട്ട് വരാൻ ഒരു ഇഷ്ടവും ഇല്ലായിരുന്നു. പിന്നെ ബോധം വീണപ്പോൾ ഞാൻ ശരീരത്തിൽ. വേറൊരു കൂട്ടർ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കിടന്നു, അവരും പറഞ്ഞ് ഞങ്ങൾ പഞ്ഞി പോലെ പൊങ്ങി, ഒരു തുരങ്കത്തിൽ പോലെ കയറി. എൻ്റെ ഭാര്യ കരയുന്നത് കണ്ടു, എൻ്റെ മകൾ ഫോൺ വിളിക്കുന്നത് ഞാൻ കണ്ടു, ഡോക്ടേഴ്സ് ഏതൊക്കെ ആയിട്ട് ഓടി വരുന്നത് കണ്ടു. ഞങ്ങൾ ചെന്നു, ഞാൻ ചെന്നു. ഇപ്പോഴും എനിക്ക് ഓർക്കാൻ മേല, അതിഭയങ്കര ഭീകരമായ ഒരു വല്ലാത്ത സ്ഥലത്ത് ഞാൻ ചെന്നു. എനിക്ക് ഇപ്പോഴും ഞെട്ടല. പിന്നെ ഓർമ്മ വന്നപ്പോൾ ഞാൻ ഈ ശരീരത്തിൽ. ഇങ്ങനെ 2 വിധത്തിലാണ് പറഞ്ഞത്. ഉടനെ ഡോക്ടേഴ്സ് ഇവരുടെ ലൈഫ് പാറ്റേൺ ചാനല് ശരിക്ക് പഠിച്ചപ്പോൾ കേൾക്കണമോ, ഞാൻ പ്രകാശമുള്ള ഒരു സ്ഥലത്ത് ചെന്നു എന്ന് പറഞ്ഞത് ഈ ലോകത്തിൽ ആത്മീയ ജീവിതം നയിച്ചവർ മാത്രം. ഞാൻ വല്ലാത്തൊരു ഭയങ്കരമായ സ്ഥലത്ത് ചെന്നു എന്ന് പറഞ്ഞത് ദൈവവുമില്ല ദേവനുമില്ലാതെ താന്തോന്നികളായിട്ട് ജീവിച്ചവർ മാത്രം പറഞ്ഞെങ്കിൽ ദൈവമക്കൾ ഓർക്കുക, മരണശേഷം ജീവിതം 2 ചാനൽ വഴി പോകും. എന്താണ് നിത്യത? നിത്യതയ്ക്ക് 5 അവസ്ഥയുണ്ട്. സാധാരണ നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കും. തോമസ് മാ വചനവിരുദ്ധമായിട്ടല്ല പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചോളണം, എന്നിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. നിത്യതയ്ക്ക് 5 അവസ്ഥ. ആദ്യത്തെ അവസ്ഥ റിസ്കാ, ശ്രദ്ധിച്ചില്ലേ നഷ്ടപ്പെടും. എന്താണ് നിത്യതയുടെ അവസ്ഥ? നമ്മൾ പഠിച്ചാൽ കാണാം. മാലാഖി പ്രവാചകൻ പറഞ്ഞു, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ. യെസ്, those who fear my name shall rise the sun of righteousness with healings in its wings. ഇങ്ങനെ പറഞ്ഞിട്ട് 400 വർഷം ദൈവം മനുഷ്യനുമായിട്ട് ഇടപെട്ടില്ല. ദൈവദാസന്മാരുടെ ഭാഷയിൽ സൈലന്റ് ഇയേഴ്സ്. 400 വർഷം കഴിഞ്ഞപ്പോൾ ഒരു പ്രസംഗം, മരുഭൂമിയിൽ ഒരു അച്ചായൻ, അന്ന് വരെ കേട്ടിട്ടില്ലാത്തൊരു പ്രസംഗം. എന്നാണെന്നറിയാവോ? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അവർ കേട്ടിട്ട് പോലുമില്ല ജനം. അവർ കേട്ടിരിക്കുന്ന റോമാക്കാരുടെ രാജ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, അലക്സാണ്ടറുടെ രാജ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, മേദ്യ പാർസ്യ രാജ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, അവരുടെ പിതാക്കന്മാർ ഭരിച്ച രാജ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. സ്വർഗരാജ്യം ഇതെന്താ സാധനമാണ്? യോഹന്നാൻ തടവിലായി, കർത്താവ് ഇങ്ങോട്ട് വന്നു. കർത്താവിനും അതേ പറയാനുള്ളൂ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 1:14-15 വായിച്ചേ. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്നു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. അടുത്ത വാക്യം, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് ദൈവരാജ്യം. അന്ന് വരെ ഒരു ജനവും ഒരു ജാതിയും ഒരു ഭാഷയും കേട്ടിട്ടില്ലാത്തൊരു വാക്കാണ് കിങ്ഡം ഓഫ് ഗോഡ്, കിങ്ഡം ഓഫ് ഹെവൻ. അത് കഴിഞ്ഞ് കർത്താവ് മധുരമൊഴികളെല്ലാം ഇതാ, സ്വർഗരാജ്യം, സ്വർഗരാജ്യം, സ്വർഗരാജ്യം. സ്വർഗരാജ്യം നല്ല വിത്ത് വിതച്ചു. പിന്നെ പറഞ്ഞു സ്വർഗരാജ്യം ഗോതമ്പ് മണി, സ്വർഗരാജ്യം പുളിച്ച മാവ്, സ്വർഗരാജ്യം കടുകുമണി, സ്വർഗരാജ്യം വലയിൽ ഒളിച്ചു വെച്ച നിധി, സ്വർഗരാജ്യം നല്ല മുത്തന്വേഷിക്കുന്ന വ്യാപാരി, സ്വർഗരാജ്യം എല്ലാ വക മീനും പിടിക്കുന്ന വല. ഇത് കേട്ട് കേട്ട് ഇവരെല്ലാം മടുത്തു. ഈ നമ്മൾ കേരളത്തിൽ വന്നാൽ കേട്ട്, നിങ്ങൾ ഈ അവധിക്ക് വരുമ്പോൾ ശ്രദ്ധിച്ചോണം, കേട്ട് കേട്ട് മടുക്കുന്ന ഒരു വാക്കുണ്ട് എല്ലാ ഗ്രാമത്തിലും പട്ടണത്തിലും. നാളെ 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 കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ലേ? നാളെ 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 എന്നാ സംഭവം അറിയാമല്ലോ.
ഇത് കേട്ടു മടുത്തു. ഇതുപോലെ ഇവരും ഇതെല്ലാം കേട്ടു മടുത്തു. സ്വർഗരാജ്യം സ്വർഗരാജ്യം സ്വർഗരാജ്യം. അതുകൊണ്ട് അവരുടെ ഒരു നേതാവ് എന്ത് ചോദിച്ചു, ദൈവരാജ്യം എപ്പം വരും? കർത്താവ് പറഞ്ഞു, ആ വാക്കിൻ്റെ ഉത്തരം കേട്ടോണം, ദൈവരാജ്യം നിങ്ങളിലുണ്ടെന്നല്ല, നിങ്ങളുടെ ഇടയിലുണ്ട്. ആശയം മനസ്സിലായോ? ചോദിച്ച മത നേതാക്കന്മാരോ മുൻപിൽ നിൽക്കുന്നവരോട് പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ, നിങ്ങളിലുണ്ടെന്നല്ല, നിങ്ങളുടെ ഇടയിൽ. അത് കഴിഞ്ഞ് അതിനെ ഒന്ന് ലളിതീകരിച്ച് കേട്ടോണം, ലളിതമാക്കി പൗലോസ് ശ്ലീഹ പറഞ്ഞു, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, പിന്നെ പറ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാഷ ദൈവരാജ്യം കട്ട്ലറ്റും ജള്ളാസും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. ഇതൊന്നും മനസ്സിലായില്ല. എന്നാൽ എന്താണ് ദൈവരാജ്യം? വാട്ട് ഈസ് ദ ബിഗിനിങ് ഓഫ് പ്രൈസ് ലോർഡ് ഇറ്റർണിറ്റി? 5 അവസ്ഥയുണ്ട് നിത്യതയ്ക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നിന്ന് കാറിൽ യാത്ര ചെയ്തു, രാത്രി 10 മണിക്ക് MC റോഡ് വഴി. എന്നോട് ആരെങ്കിലും ചോദിക്കുക, സാർ എവിടെ പോവുക? ഞാൻ പറഞ്ഞു, ഞാൻ ദോഹയ്ക്ക് പോവുക. ഞാൻ യാത്ര ചെയ്യുന്ന എതിലെയാ? MC റോഡ് വഴിയാണ്. ഞാനിവിടെ എങ്ങും വന്നില്ല. ഞാൻ സിയാൽ എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ എന്നോടൊരു സുഹൃത്തെന്ന് ചോദിച്ചു, സാർ എവിടെ പോവുക? ഞാൻ പറഞ്ഞു, ഞാൻ ദോഹയ്ക്ക് പോവുക. ഞാനിവിടെ വന്നില്ല. നിങ്ങൾ എത്തിച്ചോ? അത് 2ാമത് സ്റ്റേജ്. ഞാൻ എയർക്രാഫ്റ്റിൽ കയറി കഴിഞ്ഞപ്പം എല്ലാവരും ചോദിച്ചു, എവിടെ പോവുക? ദോഹ. ഞാനെങ്ങും എത്തിയില്ല, ഞാൻ അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. ഇനി ഇവിടുത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി സഹോദരന്മാർ വന്ന് എന്നെ റിസീവ് ചെയ്തു. ഞാനിവിടെ എത്തിയില്ല. അത് കഴിഞ്ഞ് ഞാൻ ദൈവദാസൻ്റെ വീട്ടിൽ പോയി താമസിച്ചു. 4ാം ഘട്ടം. ഒടുവിൽ ഇന്നലെ വൈകിട്ട് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ദൈവസഭയെ വന്നത്. ആശയം മനസ്സിലായോ? ഞാൻ 10 മണിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഐ ആം ഓൺ ദ വേ ടു ദോഹ. ഞാൻ എയർക്രാഫ്റ്റിൽ കയറിയപ്പം മൈ സെക്കൻഡ് വേ ടു ദോഹ. When I reached the airport, it is the 3rd place. When I was rested at his home, I was on 4th stage. But when I reached inside this sanctuary, I am in Doha. നിത്യതയ്ക്ക് 5 അവസ്ഥ. വായിക്കുക, ഏതാണ് ആ രാജ്യം? കൊലോസ്യർ 1:13. കൊലോസ്യർ 1:13. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത. മതി, അത്രയും മാത്രം മതി. നമ്മളെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുമെന്നല്ല, ഓൾറെഡി പറയുന്നു, നമ്മളെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. ഇന്നലെ ഞാൻ പറഞ്ഞു, സ്വർഗത്തിലേക്ക് ഒരു വലിയ വഴി, ജീവനുള്ള പുതുവഴി ദൈവസഭ. അപ്രകാരം തന്നെ 1ാമത്തെ രാജ്യം ദൈവത്തിൻ്റെ സ്നേഹസ്വരൂപനായ ദൈവത്തിൻ്റെ രാജ്യം, ദൈവസഭ ഈ ഭൂമിയിൽ. നിത്യതയുടെ 1ാം ഘട്ടം രക്ഷിക്കപ്പെട്ട് കൽപ്പന അനുസരിച്ച് ദൈവസഭയിൽ വരുമ്പോൾ അതിൻ്റെ ടോക്കണായി പരിശുദ്ധാത്മാവിൻ്റെ സീലടിച്ച് കിട്ടുമ്പോൾ നിത്യതയുടെ 1ാം ഘട്ടം. പക്ഷെ റിസ്ക് ഉണ്ട്. ഈ 1ാം ഘട്ടത്തിൽ മാത്രം ശ്രദ്ധിക്കേണ്ട റിസ്ക് ഉണ്ട്. അത് പറയാനാ. നീ മനസ്സാന്തരപ്പെടാതിരുന്നാൽ നിന്റെ നിലവിളക്ക് ഞാൻ മാറ്റും. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം, എല്ലാ സർവ്വവിധ യോഗ്യതയുമുള്ള ഫിലദൽഫിയ സഭയോടാണ് പറയുന്നത്. 7 സഭകളിൽ എല്ലാ യോഗ്യതകളും തികഞ്ഞ ആ എഫെസോസിലെ സഭയോട്, ഫിലദൽഫിയ അല്ല, എഫെസോസിലെ സഭയോട് പറയുന്നു. 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കാം. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അടുത്ത വാക്യം, അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. അപ്പോൾ 1ാം ഘട്ടം എന്താണെന്നറിയാവോ? സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യം. ഇത് ചർച്ചപ്പോട് അല്ലെങ്കിൽ വിശ്വാസൈക്യമുള്ള വചനപ്രകാരമുള്ള ദൈവസഭ, കർത്താവിൻ്റെ അതാ ദൈവത്തിൻ്റെ സഭ. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ എൻട്രൻസ്. ഇവിടെ റിസ്ക് ഉണ്ട്. കാരണം നമ്മളിങ്ങനെ സന്തോഷിച്ച് ആരാധിക്കുന്നു. ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആ കൊയർ പാടി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു ആ പാട്ട് ഒരിക്കൽ കൂടി പാടിക്കണമെന്ന് ദൈവദാസന്മാരോട് പറഞ്ഞു. പക്ഷേ ടൈം നോക്കിയപ്പം, ആ പ്രോഗ്രാം ഷീറ്റിൽ നോക്കിയപ്പോൾ നടക്കത്തില്ല. മനോഹരമായ പാട്ട് പാടുന്നു, ആരാധിക്കുന്നു, സന്തോഷിക്കുന്നു. ഒരാൾക്ക് നമ്മളെ കാണുന്ന സങ്കടമാണ്. ആർക്കാ? നിങ്ങൾക്കറിയാം ആർക്കാ? സാത്താൻ.
കാരണം അവൻ്റെ സങ്കടത്തിന് 2 കാരണമാണ്. നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ നമുക്കെതിരായിട്ട് അവനൊരു കൈയെഴുത്ത് എഴുതിയിരുന്നു അല്ലേ? നമ്മളെ നരകത്തിൽ കൊണ്ടുപോകും. ആ കൈയെഴുത്ത് കാൽവറിയിൽ മാറ്റി കർത്താവ്. എനിക്കും നിങ്ങൾക്കും എതിരായി അവൻ എഴുതിയ കൈയെഴുത്ത് കർത്താവ് റബ്ബ് ഔട്ട് ചെയ്തു. രണ്ടാമത്തെ അവൻ്റെ സങ്കടം, അവൻ്റെ ആയുധവർഗം മുഴുവൻ താഴെ വെപ്പിച്ചു. സാത്താൻ്റെ തല തകർത്തിട്ടില്ല. നമ്മളിവനെ പാടാൻ ആശയത്തിൽ പാടും, ശത്രുവിൻ തല ആ പാട്ടുകാരൻ തന്നെ എഴുതിയിരിക്കുന്നത് തെറ്റാ, ഞാൻ വിമർശിക്കുകയല്ല. ശത്രുവിൻ തല തകർത്തവൻ, അപ്പോൾ തല തകർത്തില്ലേ? പിന്നെ മാത്രയിൽ പിന്നെ എന്നതാ? ശത്രുവിൻ ഭാഗെ തല തകർത്തവന് പിന്നെ എങ്ങനെ മേശ ഒരുക്കുന്നത്? ശത്രുവിൻ്റെ തല കർത്താവ് തകർക്കുന്ന ഇപ്പോഴല്ല, അർമഗദോൻ യുദ്ധം കഴിഞ്ഞ 2 തല തകർക്കും. 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ മെയിൻ പുള്ളിയുടെ തല തകർക്കും. അതുവരെ ശത്രുവിൻ്റെ ആയുധവർഗം എടുത്തു കളഞ്ഞു. അവൻ്റെ ആയുധവർഗം കൊലോസ്യ ലേഖനത്തിൽ കാണാം. അവൻ്റെ ആയുധവർഗം മുഴുവൻ, അവൻ്റെ സങ്കടം അതാ, അവൻ്റെ ആയുധവർഗം മുഴുവൻ എടുത്ത് ദൂരെ കളഞ്ഞു. നമുക്കെതിരായിട്ടുള്ള ചോരെടുത്ത് മാറ്റി. അപ്പോൾ പിന്നെ അവൻ്റെ ഒരു ടെക്നോളജി മാത്രം കയ്യിലുണ്ട്. എന്താ? കൗശലം. കൗശലം, ഹിസ് കണ്ണിങ്നെസ്. അത് പറയാനാ. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചു. ഇനി നിങ്ങളെ ഏദൻ തോട്ടത്തിലേക്ക് കൊണ്ടുപോവുക. ആദാത്തിനും ഹവ്വായെയും അവൻ ശരിക്ക് സ്കാൻ ചെയ്തിട്ട് ഒരു രക്ഷയുമില്ല. കേട്ടോണേ, ഒരു തരത്തിലും പിടികിട്ടുന്നില്ല. കാരണം അവർക്ക് ഒരാവശ്യവും ഇല്ല. ആദാമിന് ഹവ്വായ്ക്ക് സാരി മേടിച്ച് കൊടുക്കണ്ട, ഹവ്വായ്ക്ക് ആദാമിൻ്റെ ഷർട്ട് കഴുകി കൊടുക്കണ്ട, ഹവ്വായ്ക്ക് ചായ ഇട്ട് കൊടുക്കണ്ട. ശ്രദ്ധിച്ചോ? ആദാമിന് വീടിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കണ്ട, ഹവ്വായ്ക്ക് നാട്ടിലോട്ട് അമ്മച്ചിക്ക് കാശ് അയക്കണ്ട. ഇതൊന്നും അവർക്കില്ല. ഒന്നും മേടിക്കണ്ട, കിളക്കേണ്ട യാതൊന്നുമില്ല. പഴം തിന്നുക, സ്വോത്രം പറയുക, ജീവിക്കുക. നോക്കിക്കേ, അവർക്ക് യാതൊന്നും ഒരു തരത്തിലും പിടികിട്ടത്തില്ല. അവൻ പഠിച്ച പണി 18 നോക്കി. എന്താ? ഇവർക്കൊരു നെസസിറ്റി ഒന്നുമില്ല. ഇവർ സന്തോഷത്തോടെ കഴിയുന്നു, ഒരാവശ്യവുമില്ല. ആദാമിന് വിക്സ് പോലും മേടിക്കണ്ട. നിങ്ങൾ ആ ഭാഷയിലൂടെ ചിന്തിച്ചേ. ഇതൊന്നും ആദാമിന് വേണ്ട. വീട്ടിലെ ഒരാവശ്യവുമില്ല. ഫോൺ ബില്ല് അടയ്ക്കണ്ട, എയർ ടിക്കറ്റ് എടുക്കണ്ട. പിന്നെ ആ പാടെ ഒരു ചെറിയ സ്ഥലത്തൂടെ മാത്രം, ഏതാ? ഇറാഖിലെ ഏതോ തോട്ടത്തിൽ കൂടെ മാത്രം. ഇത്രയേ ഉള്ളൂ പരിപാടി ആദാം. അപ്പം ഇവൻ്റെ കൗശലത്തിൽ നോക്കിക്കഴിഞ്ഞപ്പം ഒരു പോയിന്റ് അവന് കിട്ടി. 1 കിലോയ്ക്ക് 7 എണ്ണം കിട്ടുന്ന ഒറ്റ ആപ്പിള്. നോക്കിക്കേ, അവൻ്റെ ആ ബുദ്ധി കണ്ടോ? 1 കിലോയ്ക്ക് 7 എണ്ണം കിട്ടും ആപ്പിള് സാധാരണ. അതിലൊരൊറ്റ എണ്ണത്തെ 2നെയും വീഴിച്ചു. അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം ആവശ്യങ്ങളാണ് നമുക്ക്, അല്ലേ? നിങ്ങളത് ചിന്തിച്ചേ. ആദാമിൻ്റെ ശരീരമാണ് തേജസ്. അതിൻ്റെ മേളിൽ തേജസ്സിൻ്റെ കവറിങ്. അവിടെ എങ്ങും അടുക്കാനൊക്കത്തില്ല. ഇവിടെ നമുക്കോ ഇല്ലാത്ത രോഗമില്ല. ഇവല്ല ഒരു പേരിടണം പുതിയ രോഗത്തിന്, അല്ലേ? എന്തെല്ലാം ആവശ്യമാണ്, അല്ലേ? എന്തെല്ലാം ആവലാതിയാ. നോക്കിയേ, സാത്താൻ ഇങ്ങനെ നോക്കുക. പോയിന്റ്, നാട്ടിൽ നിന്ന് വരുന്നത് പൈസ അയക്കണം, സാരി മേടിക്കണം, ഷർട്ട് മേടിക്കണം, ഷൂസ് മേടിക്കണം, വാടക കൊടുക്കണം, വണ്ടിയുടെ പേയ്മെൻ്റ് അടയ്ക്കണം, മക്കൾക്ക് ഫീസ് കൊടുക്കണം. എന്തെല്ലാം പരിപാടിയാ. കുക്ക് ചെയ്യണം. ഇനി മടുത്താൽ മേടിക്കണേലും കാശ് കൊടുക്കണം. ഇനി ആദാമിന് ഒരൊറ്റ തോട്ടത്തിൽ മാത്രം കഴിഞ്ഞാൽ മതി. നമുക്ക് മൂത്ത മകൻ ഓസ്ട്രേലിയയിൽ, 2ാമത്തൻ അയർലൻഡിൽ, 3ാമത്തൻ കാനഡയിൽ, 4ാമത്തൻ വേറൊരു സ്ഥലത്തെ. ലോകം മുഴുവനും നമുക്ക് ബന്ധം. പിടികിട്ടിയോ? അപ്പോൾ എന്തുമാത്രം ചാൻസ് അവനുണ്ടെന്നറിയാമോ? നിങ്ങളുടെ പ്രതിയോഗിയാകുന്ന പിശാച് എൻ്റെയും നിങ്ങളുടെ നിത്യത കളയാൻ സാത്താന് 2 ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതറിയാവോ? എനിക്ക് നിങ്ങൾക്കും ഇല്ലാത്ത 2 യോഗ്യതയും അവനുണ്ട്. ഒന്നാമത്തെ യോഗ്യത, ഇത്രയും ലജ്ജയില്ലാത്തൊരു പുള്ളിയില്ല. നമ്മൾ ക്ഷണിക്കാതെ, ഞാനിവിടെ വന്ന് ക്ഷണിച്ചിട്ടാ. കർത്താവിൻ്റെ ദാസന് 8 or 10 മാസം മുമ്പ് പറഞ്ഞത് കൊണ്ടല്ല ഞാൻ വരത്തില്ല. ക്ഷണിക്കാതെ നമ്മളൊരു കല്യാണത്തിന് പോകുമോ? ഇവനോ ഇങ്ങോട്ട് വരും. പിന്നെ നോക്കിക്കേ, വിചാരിയെന്ന് പറഞ്ഞു അവൻ അതിലേ കയറി പിന്നെയും കയറി വരും. ലജ്ജയില്ലാത്തവൻ. 2ാമത്തെ അവൻ്റെ യോഗ്യത കേൾക്കണോ? ലോകം സൃഷ്ടിച്ചിട്ട് 6000 വർഷമായി. ഇന്ന് വരെ 1 മണിക്കൂർ അവൻ ഉറങ്ങിയിട്ടില്ല. നമ്മളോ സഭായോഗം നീണ്ടാ മതി, അല്ലേ?
ഈ ഉറക്കത്തിന് 3 സ്റ്റേജാണ്: കോൺഷ്യസ്, സെമി കോൺഷ്യസ്, അൺകോൺഷ്യസ്. ഇത് 2ാമത്തെ സ്റ്റേജിലേക്ക് നമ്മൾ വരും സാക്ഷിയൊക്കെ കഴിയുമെന്ന്. ഇവിടെയല്ല, ഞാൻ കോട്ടയത്തെ പാക്കിലെ ഞങ്ങളുടെ സഭയുടെ കാര്യം. ഈ യാതൊരു ലജ്ജയില്ലാത്തവൻ 24 hours അലർട്ടായിട്ട് നടക്കുന്നവൻ, അവനെ എൻ്റെയും നിങ്ങളുടെയും പുറകെ ഇങ്ങനെ നടക്കുക. എന്തിനാണെന്നറിയാവോ? എങ്ങനെ നമ്മളെ നമ്മുടെ വിരുദ് തെറ്റിക്കാം. അവനറിയാം നിത്യതയുടെ 1ാം ഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു. സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യം. ഈ രാജ്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. അവർ ബോഡി നോട്ട് അറ്റ് റിഡീംഡ്. ഇതാ പഴയ ശരീരം തന്നെ. മനസ്സ് വീണ്ടെടുത്തെങ്കിലും പഴയ ചിന്തകളൊക്കെ അടിയിൽ കിടപ്പുണ്ട്. ചിന്തിച്ചു നോക്കിക്കേ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുണ്ടായിരുന്ന സകല കാര്യങ്ങളും മനസ്സിൻ്റെ അടിയിൽ അടിഞ്ഞു കിടപ്പുണ്ട്. അത് അവസരങ്ങൾ കിട്ടുമ്പോൾ ഉയർത്തിയെടുത്തിട്ട് മനസ്സിനെ പ്രേരിപ്പിച്ച് നമ്മളെ കൊണ്ട് തെറ്റ് ജയിച്ച് നമ്മുടെ നിത്യത കളയാൻ ശ്രമിക്കുമ്പോൾ, ദൈവമക്കളെ, ഇതിനെന്താണ് പ്രതിവിധി? എന്താണ് സൊല്യൂഷൻ? ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. ഇവിടുന്ന് ഓടിപ്പോകാനൊക്കത്തില്ല. സാത്താനെ കണ്ട് ഭയപ്പെടണ്ട, നിരാശപ്പെടണ്ട. കർത്താവ് മാർഗം തന്നിട്ടുണ്ട്. എന്താണെന്നറിയാം മാർഗം? വായിക്കാം. 1 കൊരിന്ത്യർ 2:16. ഉറക്കെ വായിക്കണം. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാകുന്നവനാർ. അടുത്ത വാക്യം. നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ. നമ്മളോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ. ക്രിസ്തുവിന്റെ മനസ്സ് നമ്മളുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ചിന്താമണ്ഡലത്തിലേക്ക് വന്നാൽ സാത്താൻ അറിയാൻ നടക്കത്തില്ല. ക്രിസ്തു ദൈവമാ, ദൈവപുത്രനാ. ക്രിസ്തു പൂർണ്ണ മനുഷ്യൻ, പൂർണ്ണ ദൈവം. പൂർണ്ണ ദൈവം. 5 തെളിവ്. പ്രകൃതിയുടെ മേലധികാരം ഇല്ലേ? രോഗത്തിന്റെ മേലധികാരം. ശരിയാണോ? പ്രകൃതിയുടെ മേലധികാരം, രോഗത്തിന്റെ മേലധികാരം, ഭൂതത്തിന്റെ മേലധികാരം. പ്രകൃതിയുടെ മേലധികാരം, രോഗത്തിന്റെ മേലധികാരം, പിന്നെ ഭൂതത്തിന്റെ മേലധികാരം, അസാധ്യതയുടെ മേലധികാരം. അതോറിറ്റി ഓൺവേഴ്സ് ടു ഇമ്പോസിബിലിറ്റീസ്. അതാ നമ്മുടെ ജീവിതത്തിന്റെ വിജയം. നമ്മൾ സേവിക്കുന്ന കർത്താവ് ആരാന്നറിയാവോ? അസാധ്യതയുടെ മേൽ അധികാരമുള്ളവനാ. എൻ്റെ നിങ്ങളുടെ മുമ്പിൽ പ്രശ്നങ്ങൾ അസാധ്യമായിട്ട് വരും ഇല്ലേ? ജോലി, ജീവിതം, ആരോഗ്യം, കുഞ്ഞുങ്ങളുടെ കാര്യം, നാട്ടിലെ കാര്യം ഇമ്പോസിബിൾ വരുമ്പോൾ ഓർക്കണം, അതിന്മേൽ അധികാരമുള്ള ഒരുവനുണ്ട്. വെറും വെള്ളത്തെ ഇപ്പോൾ ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ സ്വീറ്റ് വൈനായി. അതാണ് അസാധ്യതയുടെ മേൽ അധികാരം. നാം സേവിക്കുന്ന കർത്താവ് ആരാന്നറിയാമോ? അസാധ്യതയുടെ മേൽ. ഒരുപാട് ഇമ്പോസിബിലിറ്റി നമ്മുടെ മുമ്പിൽ വരും. അത് സാത്താൻ നമ്മളെ നിരാശയിലേക്ക് കൊണ്ടുപോകാനാ. ജോലി നഷ്ടപ്പെടാം, പ്രിയമുള്ളവർ അകാലത്തിൽ വേർപെട്ടേക്കാം, കുഞ്ഞുങ്ങളുടെ പഠനം മുടങ്ങിയേക്കാം, ആഗ്രഹിച്ച പോലെ മക്കളുടെ വിവാഹം നടന്നില്ലെന്ന് വരാം, ദൈവദാസന്മാർക്ക് വേണ്ടുന്ന വിധത്തിൽ ആത്മീയത്തിൽ ബ്ലോക്കേജ് വരാം. ഇതെല്ലാം റിയാലിറ്റീസ് ഓഫ് അവർ ലൈഫ്. പക്ഷെ ഭയപ്പെടണ്ട. എന്നാന്നറിയാവോ? ആ അധികാരം ഇമ്പോസിബിളിനെ പോസിബിൾ ആക്കാൻ സാധിക്കുന്ന ദൈവമായ ക്രിസ്തുവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. യേശു പൂർണ്ണ ദൈവമാണ്. പ്രകൃതിയുടെ മേൽ, ഭൂതത്തിന്റെ മേൽ, രോഗത്തിന്റെ മേൽ 5 മരണത്തിന്റെ മേൽ അധികാരം. 96 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കമൗട്ട് എന്ന് പറയുമ്പം നല്ല സുന്ദരക്കുട്ടനായിട്ട് ഇറങ്ങി വന്നു. എന്നെ അധികാരമാണ്. അപ്പോൾ പൂർണ്ണ ദൈവം, പൂർണ്ണ മനുഷ്യൻ. അതാണ് ഈ നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകാനുള്ള മാർഗം പറയുക. പൂർണ്ണ മനുഷ്യൻ. ദാഹിച്ചിട്ട് ആ നാട്ടുകാരുടെ മര്യാദ പ്രകാരം സമരിയരോട് മിണ്ടാൻ പോലും പാടില്ല. ആ സ്ത്രീയോട് ചോദിച്ചു, എനിക്ക് കുടിക്കാൻ തരാമോ? അവൾ കൊടുത്തുമില്ല, കർത്താവ് കുടിച്ചുമില്ല. അപ്പോൾ നോർത്ത് എന്തൊരു ക്ഷീണം ഉണ്ടായിട്ടാ. വെറും മനുഷ്യനാന്ന് തെളിയിക്കാനാണ്. വിശന്നിട്ടാണ്. അത്തി കണ്ടിട്ട് എന്തോ നോക്കി, വല്ലോ കിട്ടുമോ നോക്കിക്കേ. വിശപ്പ്, ദാഹം, ക്ഷീണം. കർത്താവിന് ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തെ എല്ലാം കാണിക്കുക. അടുത്തത് കോപം. ദേവാലയത്തിൽ അനാത്മീയത കണ്ടപ്പോൾ എന്ത് പറ്റി?
കോപിച്ചു. അടുത്തത് ഉറക്കം. ഒരു സഭയിൽ ഒരു അച്ചായൻ പ്രസംഗം മൂത്തപ്പോൾ ഇരുന്ന് ഉറങ്ങി. ആ ദൈവദാസൻ പറഞ്ഞു, സഭായോഗത്തിൽ ഉറങ്ങുന്ന യോഗ്യതയെല്ലാം തീർത്തങ്ങ് പറഞ്ഞു. സഭായോഗം കഴിഞ്ഞപ്പോൾ ആ പുള്ളി എന്ന് പറഞ്ഞു, എന്താ ദൈവദാസൻ ഈ പറഞ്ഞത്? യേശു തമ്പുരാന് വള്ളത്തിൽ ഉറങ്ങാൻ മതി, എനിക്ക് ഭാവയിൽ ഉറങ്ങാൻ മേലിയത്. അപ്പൊ യേശു ക്ഷീണിച്ചുറങ്ങി. അപ്പോൾ പൂർണ്ണ മനുഷ്യൻ പൂർണ്ണ ദൈവം. അതിൽ നമ്മൾ ദൈവത്തിൻ്റെ അല്ല, ക്രിസ്തുവിൻ്റെ പൂർണ്ണത, ക്രിസ്തുവിൻ്റെ മനസ്സും ദൈവത്തിൻ്റെ ഭാഗമായ പരിശുദ്ധാത്മാവും നമ്മുടെ മേലുണ്ടെങ്കിൽ സാത്താൻ തൊടത്തില്ല. ഇതെങ്ങനെ സാധിക്കാം? ക്രിസ്തുവിൻ്റെ മനസ്സ് നമ്മിൽ എങ്ങനെ വരുത്താം? ഒന്ന്, ക്രിസ്തുവിൻ്റെ മനസ്സ് വരുത്തുന്ന 7 കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതാണ് നിത്യതയുടെ 1-ാം ഘട്ടം. അത് വിജയിച്ചാൽ പിന്നെ ഓട്ടോമാറ്റിക് എല്ലാം. സഭാജീവിതമാകുന്ന സ്പിരിച്വൽ ലൈഫ് ആകുന്ന 1-ാം ഘട്ടത്തിൽ റിസ്ക് ഉണ്ട് ദൈവമക്കളെ. കാരണം ഏത് സമയത്തും നമ്മളെ വീഴിക്കാൻ സാത്താൻ ശ്രമിക്കും. അവൻ്റെ ടെക്നോളജി സമ്പത്ത് കൊണ്ട് വീഴിക്കും, ദാരിദ്ര്യം കൊണ്ട് വീഴിക്കും, അതിസമ്പന്നത കൊണ്ട് വീഴിക്കും, സൗന്ദര്യം കൊണ്ട് വീഴിക്കും, പ്രശസ്തി കൊണ്ട് വീഴിക്കും, പേര് കൊണ്ട് വീഴിക്കും. ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ വി ഷുഡ് ബി കോഷ്യസ്. കർത്താവ് നമുക്കതിനാ ബുദ്ധി തന്നിരിക്കുന്നത്. ഇതെല്ലാം പാപമല്ല, പക്ഷെങ്കിൽ അവൻ നമ്മളെ ടച്ച് ചെയ്യാതെ നോക്കിക്കോണം. ഇതെല്ലാം നിങ്ങൾക്ക് കർത്താവ് തരും. ഭാവുകങ്ങളാ. ഈ ഭൗതിക അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ യഥാർത്ഥ അനുഗ്രഹമല്ല, അത് വെറും അപ്പറ്റൈസറാ. നല്ല ജോലി, അതൊന്നും അല്ല. യഥാർത്ഥ അനുഗ്രഹം സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹമാ. അതിന് മുമ്പേ തൽക്കാലത്തേക്ക് ഉള്ള അപ്പറ്റൈസർ മാത്രമായി ഇവിടെ കിട്ടുന്നത്. അതല്ല അനുഗ്രഹം. പക്ഷെങ്കിൽ പറ്റുന്നൊരു കുഴപ്പം, ആ അനുഗ്രഹം നിങ്ങൾ അനുഭവിക്കാം. അനുഗ്രഹങ്ങളെ അനുഭവിക്കുമ്പോൾ അനുഗ്രഹത്തെ നോക്കാതെ അനുഗ്രഹത്തെ നൽകിയ ദൈവത്തെ നോക്കണം. നമ്മളെ സാത്താൻ പ്രേരിപ്പിക്കും. അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അനുഗ്രഹത്തെ നോക്ക്, അനുഗ്രഹത്തെ നൽകിയ ദൈവത്തെ മറക്കേ. ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ അതിൻ്റെ കൂടെ പറയുക, നമ്മളെ ക്രിസ്തുവിൽ നിന്നും അകറ്റുവാൻ ആദ്യത്തെ അവൻ്റെ ടെക്നോളജി ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് പതുക്കെ പുറകോട്ട് കൊണ്ടുപോകും. നിങ്ങൾ ശ്രദ്ധിച്ച പ്രാക്ടിക്കൽ ലൈഫിൽ ഇതെല്ലാം വരും. 4 കാര്യങ്ങൾക്ക് ആരാധന മുടക്കാം. ഒന്നൊന്ന് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ആരാധനയ്ക്ക് വരരുത്. ഡ്യൂട്ടിയാ ഒന്ന് ദാറ്റ് ഷുഡ് ഡു. 2, അന്നാണ് യാത്രയ്ക്ക് ടിക്കറ്റ് കിട്ടിയെങ്കിൽ നമുക്ക് പോകാതിരിക്കാനൊക്കത്തില്ല. 3, ശരീരത്തിന് നല്ല രോഗമാണ്, ഇവിടെ കൊണ്ടുവന്ന് വിശുദ്ധ വിമനം കൊടുത്ത് എല്ലാവർക്കും കൊടുക്കരുത്, വീട്ടിൽ ഇരിക്കണം. ഞാൻ കൃത്രിമേശ നടത്തി കഴിഞ്ഞ് പറയും, ജലദോഷവും ചുമയും പനിയും ഇല്ലാത്തവർ മാത്രം വിശുദ്ധ വിമനം കൊടുക്കാൻ, അല്ലെങ്കിൽ എല്ലാത്തിനും പകർത്തിയ ചവരങ്ങ് പോകും. സ്തോത്രവും പറഞ്ഞു. മനസ്സിലായോ? 5, ഫാമിലിയിൽ ക്ലോസ് ഒരു മരണം നടന്നാൽ അവിടെ പോകണം. ആരാധനയ്ക്ക് വരാൻ പാടില്ല, സാക്ഷ്യം പോകും. അല്ലാതെ ആരാധന മുടക്കുന്ന ഒരു പ്രവണത ഇവിടെങ്ങും ഇല്ല. നിങ്ങൾക്ക് അതിൻ്റെ ആ ചാൻസ് ഇല്ല. ചാൻസ് ഉണ്ടായിരുന്നു എനിക്കറിയാമല്ല. ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാം മിടുമിടുക്കന്മാരുണ്ട്. ഞാൻ ഉദാഹരണം പറയാം. എത്രയോ അപകടങ്ങൾ അവർക്ക് പരിഹരിക്കണമെന്നറിയാവും. കോട്ടയംകാരൻ ദൈവസഭയിലെ അംഗം, തിരുവല്ലായിൽ അളിയൻ്റെ കല്യാണം, യാക്കോബ പള്ളി, ഞായറാഴ്ച 11 മണിക്ക് ഇവൻ ഭാര്യയായിട്ട് ഒരുങ്ങി ഇവിടുന്ന് പോകും. ഇവിടുന്ന് സ്കൾട്ട് ചെയ്ത് പോവുക. അവിടെ ചെന്ന് തിരുവല്ലായി ചെന്ന് ഇറങ്ങുമ്പം മനസാക്ഷി കുത്തുക. വിശ്വാസിയാ, ആരാധിക്കേണ്ടിയവനാ. അവിടുന്ന് ഇട്ടേച്ച് പോന്നിരിക്കുക. അപ്പം മനസാക്ഷി കുത്തിക്കഴിഞ്ഞപ്പം ഭാര്യയോട് പറഞ്ഞു, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഹോളുണ്ടോ നോക്കി ആരാധിക്കാം. നേരെ നോക്കിയപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്ത് ദൈവസഭയുടെ ഹോള്. നല്ല കല്യാണത്തിന് പോയതല്ലേ, വെൽ ട്രസ്റ്റാ. 2 പേരും ചെന്നപ്പം പാർശ്വം നോക്കിയപ്പോൾ ഒരു വിശിഷ്ട അതിഥി. അദ്ദേഹത്തിന് സന്തോഷം. അദ്ദേഹത്തിന് സന്തോഷമല്ല, പുതിയ അംഗങ്ങൾ വരികയാണോ എന്നാ പുള്ളിയുടെ പ്ലാൻ. അദ്ദേഹം ആയാലും പറഞ്ഞു, നമുക്ക് 2 അതിഥികൾ വന്നിട്ടുണ്ടെന്ന് വിശ്വാസികൾ സാക്ഷി പറയേണ്ട, അവർക്ക് സാക്ഷ്യം. ഉടനെ പുള്ളി വെൽ ട്രസ്റ്റ്, ബൈബിൾ പോലും കയ്യിലില്ല. ഇങ്ങോട്ട് വന്നേച്ച് പറയും, കോട്ടയത്ത് നിന്ന് ഞാൻ ഇവിടെ വന്ന് ഇത്രയും ദൈവമക്കളെയും ദൈവദാസനെയും കണ്ട് എനിക്ക് വളരെ സന്തോഷം. എനിക്ക് സന്തോഷിപ്പിച്ചൊരു വാക്യം ഞാൻ പറയാം, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിക്കും എന്ന് പറഞ്ഞിട്ട് പറയും. എനിക്കൊരു അത്യാവശ്യമുള്ളവരുടെ സഭയുടെ അനുവാദത്തോടെ ഞങ്ങൾ പോകുക എന്ന് പറഞ്ഞ് സ്വത്ര കാഴ്ച പോലും ഇടാതെ ഇറങ്ങിപ്പോവുക. എവിടെ പോവുക? ബിരിയാണി അടിക്കാൻ. ഞാൻ പ്രാർത്ഥിക്കും, കർത്താവ് ഒറ്റയാഴ്ച അവൻ്റെ വയറ്റിളക്കം നിർത്തരുത്. ദൈവമക്കളെ, ആരാധനയ്ക്ക് വില കൊടുത്തവനാ തോമസ് മാമൻ. അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. തീർത്ത് പറയാം,
you are not supposed to go for worship on Sunday എന്ന് പറഞ്ഞപ്പോൾ റിസൈൻ ചെയ്തവനാ ഞാൻ. അതുകൊണ്ടാണ് ദൈവം എന്നെ മാനിച്ചത്. ആരാധന നമ്മുടെ കർത്താവായിട്ടുള്ള ഏറ്റവും ക്രിസ്തുവിൻ്റെ മനസ്സുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവാണ്. ആരാധനയ്ക്കായി ആവലോടെ കയറി വരും. ആരാധനയാണ്, ദാറ്റ് ഈസ് അവർ സ്പിരിച്വൽ ഓക്സിജൻ. സ്പിരിച്വൽ പേഴ്സണാലിറ്റിക്ക് സ്പിരിച്വൽ ഓക്സിജൻ വേണം. അതാണ് ആരാധന. അപ്പൊ ക്രിസ്തുവിന്റെ മനസ്സുണ്ടാകുവാൻ 7 കാര്യങ്ങൾ വായിക്കാം. ഫിലിപ്പിയർ 2:5. ഫിലിപ്പിയർ 2:5. ക്രിസ്തുവിന്റെ മനസ്സ് എങ്ങനെ വരുന്നു? ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. Yes. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ക്രിസ്തുവിന്റെ മനസ്സുണ്ടവരാകണമെങ്കിൽ ക്രിസ്തുവിന്റെ ഭാവം കണ്ടോ? ദൈവരൂപത്തിലിരിക്കെ, പൂർണ്ണ ദൈവമായിട്ടിരിക്കെ അത് വിട്ടൊരു സാധാരണ മനുഷ്യനായി വന്നു എങ്കിൽ നമ്മളെ ദൈവം അനുഗ്രഹിക്കും. അത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്. ഐ വിൽ ബ്ലസ് യു എബണ്ടൻലി. നിങ്ങളെ, എന്നെ സമ്പത്തിൽ അനുഗ്രഹിക്കും, സൗന്ദര്യത്തിൽ അനുഗ്രഹിക്കും, കുഞ്ഞുങ്ങളിൽ അനുഗ്രഹിക്കും, നല്ല ജോലിയിൽ അനുഗ്രഹിക്കും. എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുമ്പോൾ അഹന്ത വരാതെ ദൈവകൃപയിൽ നമ്മളെ തന്നെ താഴ്ത്തണം. കർത്താവേ, ഞാനിതിന് യോഗ്യനല്ല, ഞാനിതിന് യോഗ്യല്ല. എന്നേക്കാൾ മിടുക്കന്മാർ, എന്നേക്കാൾ കഴിവുള്ളവർ, എന്നേക്കാൾ സൗന്ദര്യമുള്ളവർ, എന്നേക്കാൾ ക്വാളിഫിക്കേഷൻ ഉള്ളവർ എൻ്റെ ഒപ്പമില്ലാതിരിക്കുമ്പോൾ ശബല ഹതപതറത ശലകതറത എന്നെ ഈ നിലയിലാക്കിയ കർത്താവേ, ഞാൻ എന്നെ താഴ്ത്തുന്നു പറയാൻ സാധിക്കുമോ? ക്രിസ്തുവിൻ്റെ ഭാവം അത് പറയുമ്പോൾ നേരെ സാത്താന്റെ ഭാവം അഹങ്കാരം, ക്രിസ്തുവിന്റെ ഭാവം താഴ്മ. സാത്താൻ നമ്മളെ വളരെയധികം ഇൻസ്റ്റിഗേറ്റ് ചെയ്യും അഹങ്കരിക്കാൻ. വളർത്തോണം, അഹങ്കരിക്കരുതേ, അഹങ്കരിച്ചാൽ താണുപോകും. ക്രിസ്തുവേശുവിന്റെ ഭാവം നിത്യതയുടെ 1-ാം ഘട്ടമാ. 2 റോമർ 8:35 വായിക്കുക. എല്ലാം ക്രിസ്തുവിന്റെ കാര്യം എനിക്ക് പറയാനുള്ളൂ. ക്രിസ്തുവിന്റെ ആ ഒരു മനസ്സ് വരാൻ വായിക്കാം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും no one should depart you. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും ഒരു ശക്തിയും വേർതിരിക്കരുത്. നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾക്ക് ചെയ്യാം, ഫാമിലിയെ നോക്കാം, കുഞ്ഞുങ്ങളെ നോക്കാം, എല്ലാ കടപ്പാടുകളും നിർവഹിക്കാം. പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ അളവിൽ പാടില്ല. ഞാൻ എൻ്റെ ഭാര്യയെ വളരെ സ്നേഹിക്കുന്നു, എൻ്റെ കർത്താവിൻ്റെ അത്ര ഞാൻ സ്നേഹിക്കത്തില്ല. എൻ്റെ മക്കളെ ഞാൻ സ്നേഹിക്കുന്നു, എൻ്റെ കർത്താവിനെ പോലെ ഞാൻ സ്നേഹിക്കത്തില്ല. എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആ ടോക്സിറ്റിയുള്ള ഒരു സ്നേഹവും എനിക്ക് ഈ ഭൂമിയിൽ വേണ്ട. കാരണം ഈ ഭൂമിയിലെ ബന്ധങ്ങളെല്ലാം 70, 80, 90 കർത്താവുമായിട്ടുള്ള ബന്ധം നിത്യബന്ധം. ഈ ഭൂമിയിലെ ബന്ധങ്ങൾ ആവശ്യമാ, അത്യാവശ്യമാ. അത് നമുക്ക് ചെയ്യണം, സ്നേഹിക്കണം, കരുതണം, പരിപാലിക്കണം. ഒന്നും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ അപ്പുറം പാടില്ല. അതാണ് വിഗ്രഹാരാധന. നമ്മളൊരു ഐഡലിനെ വണങ്ങുന്നവരല്ല ദൈവമക്കളെ. എന്താണ് വിഗ്രഹം? ഞാൻ ക്രിസ്തുവിനേക്കാൾ എൻ്റെ വേഷത്തെ സ്നേഹിച്ചാൽ വിഗ്രഹമാണ്. ക്രിസ്തുവിനേക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ ഡ്രസ്സിനെ സ്നേഹിച്ചാൽ അത് വിഗ്രഹാരാധനയാണ്. ക്രിസ്തുവിനേക്കാൾ കൂടുതൽ എൻ്റെ വാഹനത്തെ സ്നേഹിച്ചാൽ അത് വിഗ്രഹാരാധനയാണ്. ക്രിസ്തുവിനേക്കാൾ കൂടുതൽ എൻ്റെ വീടിനെ ഞാൻ സ്നേഹിച്ചാൽ വിഗ്രഹാരാധനയാണ്. ഒന്നിനെയും പാടില്ല. കാരണം ഈ കണക്ഷൻസ് ഓൺലി ഫോർ 80 or 90 years. പക്ഷെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം നിത്യബന്ധം. ആ സ്നേഹത്തിൽ നിന്നും ദൈവസഭയെ വേർതിരിക്കാൻ പാടില്ല. രണ്ടാമത്തെ അടുത്ത ഇമ്പോർട്ടൻറ്റ്, 1 ക്രിസ്തുവിൻ്റെ ഭാവം, 2 ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നമ്മളെ ആരും വേർതിരിക്കരുത്. 3-ാമത്തൊന്ന് വായിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 2 കൊരിന്ത്യർ 5:14. 2 കൊരിന്ത്യർ 5:14. ആ വാക്യം ക്രിസ്തുവിൻ്റെ സ്നേഹം മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ എനിബഡി ഹാവ് ഇംഗ്ലീഷ് ബൈബിൾ? ഒന്ന് വായിക്കാമോ? കുഞ്ഞുങ്ങളുടെ കാണുമല്ലോ.
For the love of Christ constrains us. കണ്ടോ, ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കൺസ്ട്രെയിൻസ് us മീൻസ് അത് ഏറ്റവും ശ്രദ്ധിക്കണം. നമ്മൾ സാത്താനുമായിട്ട് പോരാടുന്നതിനുള്ള ആയുധമാണത്. മൂന്നാമത്തത്, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ കൺട്രോൾ ചെയ്യുന്നു. ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കൺട്രോൾസ് മീ. ദൈവമക്കളെ, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിയന്ത്രിക്കുന്നു. ആത്മീയമല്ലാത്ത കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിയന്ത്രിക്കണം. ആത്മീയമല്ലാത്ത ബന്ധങ്ങളിലേക്ക് പോകുവാൻ നമ്മളെ നേരിപ്പിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിയന്ത്രിക്കണം. ആത്മീയമല്ലാത്ത യാതൊരു കാര്യത്തിലേക്കും പോകാൻ പാടില്ല. അവിടെ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിയന്ത്രിക്കണം. ആത്മീയമല്ലാത്ത അലങ്കാരങ്ങളിലേക്ക് നമ്മളെ വിളിക്കും, കുഞ്ഞുങ്ങളെ വിളിക്കും, പ്രായമതാ. പക്ഷേ അന്നേരം പറയണം, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിയന്ത്രിക്കുന്നു. ആത്മീയമല്ലാത്ത സ്ഥാനമാനങ്ങൾ ലോകം ഓഫർ ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിയന്ത്രിക്കും. നിനക്കത് വേണ്ട. ആത്മീയമല്ലാത്ത ബന്ധങ്ങൾ പുലർത്തുവാൻ സാത്താൻ നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിയന്ത്രിക്കും. പാർട്ടിക്കൊക്കെ പോകുമ്പോൾ അനാത്മീയരുമായിട്ടൊക്കെ ബന്ധപ്പെടാതിരിക്കാൻ ഒക്കത്തില്ല. നമ്മൾ പ്രത്യേകിച്ച് ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഒഫീഷ്യൽ സ്റ്റാറ്റസിലൊക്കെ പോകുമ്പോൾ എല്ലാവരും ബന്ധുക്കോസുകാരൊന്നുമല്ല, എല്ലാവരും ദൈവമക്കളല്ല. അവരുമൊക്കെ ആയിട്ട് മൂവ്മെൻറ്റ് ചെയ്യരുതെന്നുമല്ല, അവരുമൊക്കെ ആയിട്ട് ചെയ്യണം. നിങ്ങളൊരു അന്യരാജ്യത്തിലാണ്, മറ്റുള്ളവരുമായിട്ട് എപ്പോഴും ഇടപെടുന്നത്. അവരോട് ഡീൽ ചെയ്യരുതെന്നല്ല. പക്ഷെങ്കിൽ വളരെ കണ്ണിങ്ങിൽ സാത്താൻ അവരുടെ കൾച്ചർ ഇങ്ങോട്ട് കയറ്റാൻ ശ്രമിക്കും. അപ്പോൾ പറയണം, ഞാൻ ആരാ? ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവനാകാൻ, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവളാകാൻ എന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹം നിയന്ത്രിക്കുന്നു. ചെറുപ്പക്കാരെ, യങ്സ്റ്റേഴ്സേ, ഓർത്തുകൊള്ളണം. നിങ്ങളുടെ യൗവനത്തെ തുച്ഛീകരിപ്പിക്കാൻ, നിങ്ങളുടെ യൗവനത്തെ തോണ്ടാൻ, നിങ്ങളുടെ യൗവനത്തെ തകർക്കാൻ ലോകത്തിന്റെ കളറടിച്ച് സാത്താൻ വരുമ്പോൾ പറയണോ, ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിയന്ത്രിക്കുന്നു. എന്താ? നിത്യതയുടെ ഒന്നാം ഘട്ടത്തിൽ ക്രിസ്തുവിൽ ഇരിക്കേണ്ട കാര്യമാണ്. ഇതിനായി ദൈവവചനം നമ്മളിത് വളരെ സീരിയസാണ്. കാരണം ഏത് മനുഷ്യനെയും സാത്താൻ വീഴിക്കും ഈ തലമുറയിൽ. കാരണം അവൻ്റെ ഒടുവിലത്തെ ലൈഫ് ടൈമാണ്. റാപ്ചറിന് തൊട്ട് മുമ്പേ അവൻ ചെയ്യാവുന്നതൊക്കെ ചെയ്യണം. ഇത് കഴിഞ്ഞാൽ പിന്നെ ലോകം അവൻ്റെ കിട്ടും. അപ്പം നമ്മളെ വേറൊരു ഭാഷ പറയാം, ഒരു പെന്തിക്കോസ്തുകാരല്ലാത്ത ഒരു വ്യക്തിയെ രക്ഷിക്കപ്പെടുത്തണമെന്ന് നമുക്ക് എന്തുമാത്രം തേഷ്ടാണ്. ശരിയല്ലേ? ഒരല്ലാത്ത ഒരാളെ, ഈ വിശ്വാസി അല്ലാത്ത ഒരാളെ കൃപയെ കൊണ്ടുവരാൻ നമുക്ക് എത്ര ദാഹമാണ്. ഇതുപോലെ അവന് നമ്മളെ അങ്ങോട്ട് പിടിക്കാൻ കഴിയുമെങ്കിൽ വൃതന്മാരെ തെറ്റിക്കാൻ അടയാളങ്ങളും അത്ഭുതങ്ങളും. ഓർത്തോണം, ദൈവികമല്ലാത്ത അനുഗ്രഹങ്ങളൊന്നും പ്രാപിക്കരുത്. ദൈവികമല്ലാത്ത യാതൊന്നും വേണ്ട. ഒരു ജോലിക്ക് ഓഫർ കിട്ടിയാൽ മുട്ടലിരുന്ന് പ്രാർത്ഥിക്കണം, വെദർ ഐ ഷുഡ് അക്സെപ്റ്റ് ഇറ്റ് ഓർ നോട്ട്. അതാണ് ആത്മീയം ചെയ്യേണ്ടത്. ഒരു നല്ല ജോലിക്ക് ഓഫർ കിട്ടട്ടെ, മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളെ നടത്തുന്ന ദൈവദാസന്മാരോട് ചോദിക്കണം, പ്രാർത്ഥിച്ചാൽ സ്വർഗം പറയും. നീ ഗോ അഹെഡ് എന്ന് പറഞ്ഞാൽ പോകണം, വേണ്ടെന്ന് പറഞ്ഞാൽ പോകരുത്. ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളിലേക്ക് പോകരുത്, ബന്ധങ്ങളിലേക്ക് പോകരുത്. കുഞ്ഞുങ്ങളുടെ വിവാഹം വരുമ്പം ദൈവമക്കളെ, ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളെ നിയന്ത്രിക്കണം. പ്രാക്ടിക്കൽ ലൈഫിൽ ദൈവഹിതമല്ലാത്തതൊന്നും പാടില്ല. നമുക്ക് ആരാധിക്കാനൊക്കെ എളുപ്പമാ, പാട്ടുപാടാൻ എളുപ്പമാ, പ്രസംഗിക്കാൻ അതിനേക്കാൾ എളുപ്പമാ. പക്ഷെങ്കിൽ പ്രാക്ടിക്കൽ ലൈഫിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിയന്ത്രിക്കണം. 4 വായിക്കാം, 2 കൊരിന്ത്യർ 5:20 വായിക്കാം. 2 കൊരിന്ത്യർ. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി. ഓരോരുത്തരും ആരാ? ക്രിസ്തുവിന്റെ സ്ഥാനാപതി. ഇന്ത്യയുടെ സ്ഥാനാപതി അമേരിക്കയിലുണ്ട്. അദ്ദേഹത്തിന് ഒരൊറ്റ ചുമതലയേ ഉള്ളൂ, ടു കീപ്പ് അപ്പ് ദ വെൽഫെയർ ഓഫ് ഇന്ത്യ. അമേരിക്കൻ അംബാസഡർ ഇന്ത്യയിലുണ്ട്. അദ്ദേഹത്തിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അമേരിക്കയുടെ വെൽഫെയർ ഇന്ത്യയെ ശ്രദ്ധിക്കുക. ഇവിടെ വസ്തു മേടിക്കാനോ ബിസിനസ് നടത്താനോ നോക്കത്തില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ സ്ഥാനാപതി. എവിടെ? വേർ യു ആർ വർക്കിംഗ്, വേർ യു ആർ ലിവിങ്, വേർ യു ആർ ട്രാവലിംഗ്. നിങ്ങൾ യാത്ര ചെയ്യുന്നിടത്തെ, നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തെ, നിങ്ങൾ ഇടപെടുന്നിടത്തെ, ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഓർക്കണം, ഞാൻ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതിയാ.
ക്രിസ്തുവിൻ്റെ സ്ഥാനാപതിയാ. കാരണം സ്ഥാനാപതിമാരെ സാത്താന് പേടിയാ. അവനറിയാം സ്ഥാനാപതിമാർ വെറുതെ പോകത്തില്ല, അവർക്ക് പ്രൊട്ടക്ഷനുണ്ട്. നിങ്ങൾക്ക് പ്രൊട്ടക്ഷനുണ്ട്. ആ പ്രൊട്ടക്ഷനാണ് ആത്മാവിൻ്റെ ശക്തി. അത് പല വിധത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യും. ദൂതന്മാർ നിങ്ങൾക്ക് ഇൻവിസിബിളാ. ദൂതന്മാർ നിങ്ങളോടൊപ്പം ഉണ്ട് ദൈവമക്കളെ. പിന്നെ നിങ്ങൾക്ക് കാണാതെ തന്നെ അറിയോ, അതും നോക്കിയിരിക്കും, ജോലി ചെയ്യത്തില്ല. ആശയം മനസ്സിലായോ? സഹോദരി ഹോസ്പിറ്റലിൽ സിറിഞ്ച് എടുക്കുമ്പം ദൂതൻ അപ്പുറത്തുണ്ട് ഡോസ് കാണിക്കാൻ. അങ്ങോട്ട് നോക്കിയ സഹോദരി അങ്ങോട്ട് നോക്കി കുത്തിയ സംഗതി പണി പോകും. ദൂതൻ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ അടുത്തുണ്ട്. വിശ്വസിക്കാവുന്നവർ കരങ്ങളെ സ്തുതിച്ചേ. എന്താ? നിങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതിയാ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ കാന്തയാ. അതുകൊണ്ടാണ്, രണ്ട് കാരണത്താലാ. വൺ, യു ആർ ദ അംബാസഡർ ഓഫ് ക്രൈസ്റ്റ്. രണ്ട്, യു ആർ ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്. അതുകൊണ്ട് ദൂതന്മാരുണ്ട്, അവർ തേജോ രൂപികൾ, ദൂതന്മാരുടെ സാന്നിധ്യമാണ്. അത് ആ കർത്താവ് പറഞ്ഞ്, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞത്. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിൽ ദൂതന്മാരിൽ നമ്മോടൊപ്പമുണ്ട്. അനർത്ഥങ്ങൾ വരും, അപകടങ്ങൾ വരും, കഷ്ടങ്ങൾ വരും, ദുഃഖങ്ങൾ വരും. പക്ഷെ ഓർത്തോണം, അംബാസഡേഴ്സാ, ബ്രൈഡാ, അവിടെ കൂടെ ആളുണ്ട്. പേടിക്കണ്ട, ഭാരപ്പെടണ്ട, നിരാശപ്പെടണ്ട, ദുഃഖപ്പെടണ്ട. നിരാശ സാത്താൻ്റെ കയ്യിലെ ലോലിപ്പോപ്പാ. പിള്ളേർക്ക് ഇഷ്ടമല്ലേ ലോലിപ്പോപ്പ്? സാത്താൻ്റെ കയ്യിലെ ലോലിപ്പോപ്പാ നിരാശ. മേടിക്കാൻ പാടില്ല. നമുക്ക് എന്തിനാ നിരാശപ്പെടുന്നത്? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, അവൻ എന്നെ സൂക്ഷിക്കുന്നു. എൻ്റെ കർത്താവ് എന്നെ കാണുന്നു, എൻ്റെ കർത്താവ് എന്നെ അറിയുന്നു, എൻ്റെ കർത്താവ് എൻ്റെ സ്ഥിതി അറിയാം. അതുകൊണ്ട് ഞാനിതിനാ നിരാശപ്പെടുന്നത്? നമ്മളൊരു കാര്യം ഓർക്കുക, നമ്മൾ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതിയാ എല്ലാ സ്ഥലങ്ങളും. അപ്പം നമ്മുടെ ബിഹേവിയർ ആ രീതിയിലായിരിക്കണം. നമ്മുടെ സംസാരം ഒരു സ്ഥാനാപതിയുടെ സ്റ്റാറ്റസിലായിരിക്കണം. ഒരു സ്ഥാനാപതി. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് വചനപ്രകാരം ജീവിച്ചാൽ ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ശോധനകൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ എല്ലാം വരും. ഡോണ്ട് വറി. ആർക്കാ വരാത്ത തന്നെ? ദൈവദാസന്മാരെ ഞങ്ങൾ അതീതരാണോ? മസ്കറ്റിൽ ചെന്ന് OPAയുടെ കൺവെൻഷൻ ഇറങ്ങി. ഞാൻ അവർ ക്ഷണിച്ച് ചെന്നതാ. സന്തോഷ് പാഷ ഇൻചാർജ്. അദ്ദേഹം ഇതുപോലെ വന്ന് ഒരു 10-20 പേര് വന്ന് എന്നെ വെൽക്കം ചെയ്ത് എയർപോർട്ടിൽ നിന്ന് കൊണ്ടുപോയി. ഞാനവിടെ ചെന്നു. പിറ്റേ ദിവസം കൺവെൻഷനാണ്. വൈകിട്ട് 7 മണിക്ക് ചെന്നു മസ്കറ്റിൽ. പാസ്റ്ററുടെ വീട്ടിൽ താമസിച്ചു. രാവിലെ വെളുപ്പിന് 5 മണി. ഞാൻ നല്ലവരും ഉണർന്നില്ല. അതിന് മുമ്പ് വാതിക്കെ തട്ടി. പാസ്റ്ററിൻ്റെ മുമ്പ് നിൽക്കുക. ഞാൻ അവിടുത്തെ കാപ്പിയായിട്ട് വന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു, പാസ്റ്റർ 1 മണിക്കൂറോടെ കഴിഞ്ഞ് മതി. അപ്പോൾ പുള്ളി എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ടൊക്കെ ആകെപ്പാടെ ഒരു വിഷമം. ഞാൻ ചെന്ന പാസ്റ്റർ പറ, സാറേ ഒന്നും തോന്നരുത്, സാറ് നല്ല ആത്മശക്തിയുള്ള ആളായതുകൊണ്ട് പറയാം, ഇപ്പം ഫോൺ വന്നു, സാറിൻ്റെ ചേട്ടൻ സാറിൻ്റെ വീട്ടിൽ മരിച്ചുപോയി. പ്രശ്നമുണ്ടോ? ഏക സഹോദരൻ എൻ്റെ വീട്ടിലാണ് താമസം, ബാച്ചിലറാണ്, വിവാഹിതനല്ല. ഞാൻ മസ്കറ്റിൽ. ഏക സഹോദരൻ മരിച്ചു. സ്വന്തക്കാരല്ല, സമുദായക്കാർ. ഞങ്ങൾ മാത്രം വിശ്വാസത്തിൽ. എൻ്റെ ഭാര്യ കരഞ്ഞോണ്ട് ചോദിക്കുക, അപ്പോൾ ഞാൻ എന്നാ ചെയ്യണം? കർത്താവ് കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞു, മോർച്ചറി വെക്ക്, ഞാൻ മരുന്നിടം വരെ. ചേട്ടനല്ല വലുത്, എനിക്ക് കൺവെൻഷനാന്ന് പറഞ്ഞു. ചേട്ടൻ വലുതാ, അതിനേക്കാൾ വലുത്. ഒന്നും കൂടെ ചേർത്ത് ഇമ്മണി വലിയ ഒന്നെന്ന് പറഞ്ഞ പോലെ. ചേട്ടൻ വലുതാ, ചേട്ടനേക്കാൾ എനിക്ക് കൺവെൻഷൻ വലുതാ, കൊണ്ട് മോർച്ചറി വെക്കാം. സമുദായ അറിയാമല്ലോ, സ്വന്തക്കാർ, അവരുടെ ആറ്റിറ്റ്യൂഡ്. ഇവൻ്റെ ഒരു പെന്തിക്കോസ് ചേട്ടൻ മരിച്ചിട്ട് അവൻ അലലുവായിട്ട് നടക്കുക. അവരുടെ കമൻറ്റ് വേറെ. ഞാൻ പറഞ്ഞു, അവരതൊക്കെ പറയും, ഞാൻ പറയുന്നത് അങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞു. എല്ലാവർക്കും ഒരു അതിശയം. കൊണ്ട് മോർച്ചറി വെച്ചു. കൺവെൻഷൻ കഴിഞ്ഞ് സുഖമായിട്ട് തീർന്നു. ഫ്ലൈറ്റിൽ ചെന്നു, സുഖമായിട്ട് ഓടിയടക്കി. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും എന്നെ ആർ വേർപിരിക്കും? ഞാൻ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതിയാ. എനിക്ക് വേണേ പറയാൻ, എൻ്റെ ചേട്ടൻ മരിച്ചു, എനിക്ക് അടക്കാൻ പോകണമെന്ന് പറഞ്ഞ് അടുത്ത ഫ്ലൈറ്റേ വേണേ കയറ്റിവിടും. അതല്ല എൻ്റെ ദൗത്യം. ഭാരങ്ങൾ, ചലഞ്ചസ്, ദൈവദാസന്മാരെ, ദൈവമക്കളെ, ചലഞ്ചസ് മുമ്പിൽ വന്നാലും നീ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതിയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ കാര്യം നോക്കിയിട്ട് സ്വന്തം കാര്യം നോക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കും. ഫ്യൂണറൽ ഞാൻ തന്നെയാണ് നടത്തിയത്. ചേട്ടൻ്റെ നടത്തിക്കഴിഞ്ഞ് സമുദായക്കാർ പറഞ്ഞാൽ ഇവൻ്റെ മാർഗമാ ശരി. അവരുടെ ബുദ്ധി കർത്താവ് തെളിയിച്ചു. ഇവൻ പിറ്റേ ദിവസം വന്ന് അടക്കിയാലും ജോയിച്ച സ്വർഗത്തിലൊന്നും പോകത്തില്ല, ഇപ്പം അടക്കിയാലും പോകത്തില്ല, പോകേണ്ട അടുത്ത് പോയി. അവരുടെ ബുദ്ധി തെളിച്ചു കൊടുത്തു. മനസ്സിലായോ? ആദ്യം അവർ വിമർശിച്ചു.
ഗംഭീര വിമർശനം നടത്തി. നമ്മളതിനൊന്നും മറുപടി പറയാൻ പോകണ്ട. മറുപടി പറയുന്ന കർത്താവ്. അപ്പം നിങ്ങളോർക്കും ഞങ്ങൾക്കൊന്നും ഒരു ഇഷ്യൂ ഇല്ലെന്നാ. ഞങ്ങൾ ഇഷ്യൂവിൻ്റെ മേലാ. പക്ഷേ ഞങ്ങൾക്കറിയാം പ്രതിയോഗിയാകുന്ന പിശാചെ അലറുന്ന സിംഹമല്ല, സിംഹം എന്ന പോലെ സാക്ഷാൽ യഹൂദ ഗോത്രത്തിൽ സിംഹം കൂടെയുണ്ട്, ക്രിസ്തുവിൻ്റെ സ്ഥാനാപതി. അടുത്തത് വായിക്കാം, 2 കൊരിന്ത്യർ 2:14. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരെങ്ങനെ? ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മളാരാ? ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകണമെങ്കിൽ 1 ക്രിസ്തുവിൻ്റെ ഭാവം, 2 ക്രിസ്തുവിൻ്റെ ഭാവം, 2 ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരും വേർതിരിക്കരുത്, 3 ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിയന്ത്രിക്കണം, 4 ഞാൻ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതി. എല്ലായിടത്തും സ്ഥാനാപതിയാണ് കേട്ടോ, എവരിവേർ. അല്ലാതെ വീട്ടിലും എല്ലാ സ്ഥാനാപതിയാ. വീട്ടിൽ സ്ഥാനാപതിയാണ് കൺവെർസേഷൻ കേട്ടാൽ അറിയാം. വീട്ടിൽ സ്ഥാനാപതിയാണ് ഭർത്താവ് എടി ഗുണം പിടിക്കാത്തതെന്നൊന്നും പറയത്തില്ല. സ്ഥാനാപതിയുടെ വാക്കല്ലത്, അത് വേലക്കാരൻ്റെ ഭാഷയാണ്. സ്ഥാനാപതി നല്ല സഭ്യമായ രീതിയിലേ പറയത്തുള്ളൂ. സ്ഥാനാപതി ആണെങ്കിൽ സഹോദരി ഭർത്താവിനെ നോക്കി ഇതിയാനൊന്നും പറയത്തില്ല അല്ലേ? സ്ഥാനാപതിയാണെങ്കിൽ നിങ്ങളെന്നോട് ക്ഷമിക്കണം, ഭർത്താവിനെ നോക്കി പേരും വിളിക്കത്തില്ല, കുഞ്ഞച്ചാ ഒന്നിലാച്ചായ എന്ന് വിളിക്കും. സ്ഥാനാപതിക്ക് ഒരു സ്റ്റാറ്റസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ക്രിസ്തുവിൻ്റെ അരോമ ഓഫ് ക്രൈസ്റ്റ്. വേദപുസ്തകത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള വസ്തുവാണ് പെർഫ്യൂം. ഉൽപ്പത്തി പുസ്തകം മുതലുണ്ട്. ആദ്യം പെർഫ്യൂം നിങ്ങൾ ഗൾഫുകാരൊന്നും അല്ല ഉപയോഗിച്ചത്, നിങ്ങളൊക്കെ ഇപ്പോഴാ. ആദ്യം പെർഫ്യൂം ഉപയോഗിച്ച ആരാന്നറിയോ? ഏശാവാ. അവൻ മേടിക്കുകയല്ല, ഏതോ മരത്തിൻ്റെ ഇല കശക്കി അടിച്ച് ഉടുപ്പ തേച്ച് വിട്ടു. അവൻ ചെല്ലുമ്പോഴേ അപ്പന് മണം കിട്ടി. അറിയാം. അത് കഴിഞ്ഞ് കർത്താവിൻ്റെ പാദപീഠത്തിൽ ഹൈ കോസ്റ്റ്ലി ഫ്രഞ്ച് യൂഡിക്കോളേക്കാൾ വലുതാ കർത്താവിൻ്റെ പാദത്തിലിട്ടത്. അപ്പോൾ പെർഫ്യൂമിന് വിലയാ. കർത്താവ് പറയുന്നു, ഇവിടുത്തെ കുപ്പി കിട്ടുന്നതല്ല പെർഫ്യൂം, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ക്രിസ്തുവിൻ്റെ പെർഫ്യൂം. ആ പെർഫ്യൂമിൻ്റെ ബ്രാൻഡുണ്ട്. ഫ്രാൻസിൽ നിങ്ങളൊന്ന് യാത്ര ചെയ്യണം, ഒരു അവധിയൊക്കെ എടുത്ത ഒരാഴ്ച ഒന്ന് പോകണം, വെക്കേഷന്. അവിടെ കാറെ കയറി പോകുമ്പോൾ ഓരോ ബ്രാൻഡ് പെർഫ്യൂം ഫാക്ടറിയുടെ വാതിക്കെ ചെല്ലുമ്പോൾ ആ ബ്രാൻഡിൻ്റെ മണം വരും. ഒന്ന് അവധിക്ക് പോകണം, ഭാഷ ഒരു എക്സ്കർഷനായിട്ട് കൊണ്ടുപോകണം എല്ലാവരും. ഓരോ ബ്രാൻഡിൻ്റെ വാതിക്കെ ചെല്ലുമ്പോൾ ആ ബ്രാൻഡിൻ്റെ മണം വരും. അത് അവരുടെ ടെക്നോളജിയാണ്. ഇതുപോലെ ഞാനും നിങ്ങൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യം അനാത്മീയർ മണക്കണം. വിവാഹത്തിന് പോകുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ, ഷോപ്പിങ്ങിന് പോകുമ്പോൾ, കുടുംബജീവിതത്തിൽ കുഞ്ഞുങ്ങളുമായിട്ട് ഇടപെടുമ്പോൾ, വേണ്ടപ്പരുമായിട്ട് ഇടപെടുമ്പോൾ ക്രിസ്തുവിൻ്റെ പെർഫ്യൂം ചെന്നിരിക്കണം. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകണമെങ്കിൽ ക്രിസ്തുവിൻ്റെ പെർഫ്യൂമായി മാറണം. 6-ാമത്തേത് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്കും പങ്കെടുക്കണം. വായിക്കാം, 1 പത്രോസ് 4:13. 1 പത്രോസ് 4:13. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്തോറും സന്തോഷിച്ചുകൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കാകണം. തൻ്റെ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല. ക്രിസ്തുവിന്റെ കഷ്ടവാ. അപ്പം മേടിച്ച് തിന്നവന് ഇവന് ഭൂതമുണ്ടെന്ന് പറഞ്ഞു. ക്രിസ്തുവിന്റെ കഷ്ടം, എന്ത് കഷ്ടപ്പാട് കർത്താവ് സഹിച്ചെങ്കിൽ എനിക്ക് നിങ്ങൾക്കും കഷ്ടത വരുന്നതല്ലേ. ഒരു കാര്യമുണ്ട്, ദൈവം നമ്മളെ പ്രൊമോട്ട് ചെയ്യുക. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കാളാകുന്നത് മണവാളൻ്റെ കഷ്ടത്തിന് മണവാട്ടി പങ്കാകുന്നു. നോക്കിക്കേ, വീട്ടിൽ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്നു. ഹസ്ബൻഡിന് ഭയങ്കര തലവേദന. ഭാര്യയ്ക്ക് തലവേദന നെറ്റിയാലില്ലെങ്കിലും മനസ്സിൽ വേദന വരാത്ത ഭാര്യ ഉണ്ടോ? ഹസ്ബൻഡിന് ഭയങ്കര തലവേദന, ഭാര്യയ്ക്ക് നെറ്റിയ തലവേദനയില്ല, അതിൻ്റെ ഡബിൾ വേദനയാ. എവിടെയാ? മനസ്സിൽ. എൻ്റെ പൊന്നെ, ഇത് എന്നാ കോടാലിയാണോ? പാരസെറ്റമോളെ തീരുവോ? ഇല്ലേ? കണ്ടോ ആ വേദന വന്നാൽ കണ്ടോ? ഭാര്യയ്ക്ക് അതിനേക്കാൾ ഭാര്യയ്ക്ക് ഭയങ്കരമായ വയറുവേദന. നല്ല ഭർത്താവാണേ പുള്ളിക്ക് വയറിനല്ല വേദന, പുള്ളിക്ക് മനസ്സിനാ വേദന. ഇതെന്താണോ പൊന്നെ? എന്താ?
ആ ബന്ധം കണ്ടോ? അതല്ല, അവർക്ക് ഇരിക്കട്ടെന്ന് പറയുന്നത് ഭർത്താവല്ല. ഫാമിലി ലൈഫ് നോക്കിക്കേ. ഭാര്യയ്ക്ക് ഒരു അസുഖം വന്നാൽ എന്നാ ഭർത്താവിൻ്റെ സ്ഥിതി നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഭർത്താവിന് ഒരു അസുഖം വന്നാൽ ഭാര്യയുടെ സ്ഥിതി ഒന്ന് ഓർത്ത് നോക്കിക്കേ. വിവാഹിതരായവരോടായി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ ഒരു കഷ്ടത്തിൽ നമ്മൾ നമുക്ക് അല്പം കഷ്ടങ്ങളും ഭാരങ്ങളും വരുന്നത് ക്രിസ്തു സ്നേഹിച്ചിട്ട് പറയുക, കുഞ്ഞേ നീ എൻ്റെ ലോകത്തിലെ കാന്തയാ, അതുകൊണ്ട് നിന്നെ എൻ്റെ സ്റ്റാറ്റസിൽ ഉയർത്താൻ ഞാൻ ഒരല്പം കഷ്ടത തന്നിട്ടുണ്ട്. പക്ഷേ നീ അത് അനുഭവിക്കുമ്പോൾ നിനക്ക് ഡെലിവറൻസ് ഞാൻ തരും. നീ കഷ്ടത്തിൽ കൂടി ജീവിച്ചു പോകാനല്ല എൻ്റെ പ്ലാൻ. നിനക്ക് കഷ്ടത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നാൽ നിനക്കൊരു ഡെലിവറൻസ് ഞാൻ തരും. അപ്പോൾ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് ഏതെങ്കിലും രക്ഷിക്കപ്പെട്ട് കൃപയിൽ നിൽക്കുമ്പോൾ എന്ത് പ്രയാസം വന്നാലും നിങ്ങൾ കൃപയിലാണെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. സ്വർഗം നിങ്ങൾക്കൊരു കേഴ്സല്ല, കോഴ്സ് തന്നിരിക്കുക. സ്വർഗം നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്തതിൻ്റെ ടോക്കണാണ്. സ്വർഗം നിങ്ങളെയും എന്നെയും റെസ്പെക്റ്റ് ചെയ്തതിൻ്റെ ടോക്കണാ. അല്ലാതെ കഷ്ടമെന്ന് പറഞ്ഞ് എനിക്കപ്പടി കഷ്ടമാണ്. സഭായോഗത്തിലൊക്കെ ദൈവമക്കളെ ഓർക്കണം. ഇവൻ അപ്പുറത്ത് കേട്ടോണ്ടിരിക്കുക, എന്നാ സാക്ഷി, എനിക്ക് കഴിഞ്ഞ ആഴ്ച നമ്മുടെ രോഗമായിരുന്നു, കഷ്ടമായിരുന്നു. അവന് മനസ്സിലായി കൊടുത്തത് ഏറ്റെന്ന് ഇങ്ങോട്ട് ഇറങ്ങി വാ, ബാക്കി അങ്ങോട്ട് തരാം. എന്നാൽ എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ കഷ്ടങ്ങളുണ്ടായിരുന്നു, ഭാരമുണ്ടായിരുന്നുവെങ്കിലും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് മതി എന്ന് പറയുമോ. അവൻ പറയടാ, ഇതെന്നാ സാധനമാ, ഇത്രയും കൊടുത്തിട്ട് ഏറ്റില്ല, എനിക്ക് പരിപാടി നടക്കത്തില്ല. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കാകണം. ഓടി. 7ാമത്തെ കാര്യം വായിക്കാം, ഫിലിപ്പിയർ 1:4. കർത്താവായ യേശുവിനോടും സകല നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ, നിങ്ങളിൽ ഒരു നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. നാളോളം അതിനെ തികയ്ക്കണം. ദൈവമക്കളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി, നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു. നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഓർത്തുകൊള്ളുക, ക്രിസ്തുവിൻ്റെ മനസ്സാ നിങ്ങൾക്ക്. സ്വർഗമത നോക്കുന്നത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള സ്വന്ത ജനം. അതൊരു സ്കോറിങ്ങാ. പ്രതിഫലം അവിടെ ചെല്ലുമ്പോൾ പ്രതിഫലങ്ങൾ കിട്ടും. കർത്താവ് പറഞ്ഞു, എൻ്റെ നാമത്തിൽ 1 കപ്പ് വെള്ളം കൊടുത്താൽ കമ്പ്യൂട്ടറിലുണ്ട് സ്വർഗത്തിലെ. അപ്പം നമ്മൾ ഈ ചെയ്ത കാര്യങ്ങൾക്ക് ദൈവമക്കൾക്ക് പരസ്പരം സഹായിച്ചതിനെ, സമ്പത്ത് കൊണ്ട് സഹായിച്ചതിനെ, പ്രാർത്ഥനയിൽ സഹായിച്ചതിനെ, മറ്റു വിധത്തിൽ സഹായിച്ചതിന് എല്ലാം സ്വർഗത്തിൽ കമ്പ്യൂട്ടറിലുണ്ട്. ഒന്നും വിടത്തില്ല. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ചെയ്യുന്ന സകല സൽപ്രവൃത്തികളും റെക്കോർഡഡാ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ നാമത്തിൽ 1 കപ്പ് വെള്ളം കൊടുത്താൽ പ്രതിഫലമുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവമക്കൾക്ക്, പാവപ്പെട്ടവർക്ക്, ദൈവദാസന്മാർക്ക് കൊടുക്കുന്ന റെക്കോർഡ്. പലരും നിങ്ങളെ കളിപ്പിക്കാൻ വന്നേക്കാം. ഡോണ്ട് വറി, അതൊക്കെ കർത്താവ് നോക്കിക്കോളും. നിങ്ങൾക്കും എനിക്കുള്ളത് കുറയത്തില്ല. ചീറ്റിംഗ് വേൾഡാ. ഒരുപാട് കബളിപ്പീര് നടക്കും. ഒന്നും വിഷമിക്കണ്ട, നമ്മുടെ സ്കോറിംഗ് കുറയത്തില്ല. ഞാൻ ക്രിസ്തുവിൻ്റെ മനസ്സ്. ഇതാണ് നിത്യതയുടെ 1ാം ഭാവം. ഈ നിത്യതയുടെ 1ാം അവസ്ഥ സഭാജീവിതം. നിത്യതയുടെ 2ാമത്തെ അവസ്ഥയാണ് പർദീസ. സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഇറ്റർണിറ്റി പർദീസ. ഈ ലോകത്തിൽ നമ്മളെ വിളിച്ചാൽ പർദീസ. അവിടെ പോയി കമന്ന് കിടന്നുറങ്ങുമൊന്നുമല്ല. അതുകൊണ്ട് ഓർത്തോണം, പർദീസ എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഭൂമിയിൽ റെസ്റ്റ് ഉണ്ടല്ലോ, ആ റെസ്റ്റൊന്നും അവിടെ അല്ല. അവിടെ മനുഷ്യർക്ക് ഉച്ചരിച്ചുകൂടാൻ മേലാത്ത ഭാഷണം എന്ന് പറഞ്ഞാൽ വോക്കൽ. നമ്മൾ സംസാരിക്കണമെങ്കിൽ ഞാൻ സംസാരിക്കാൻ, നിങ്ങൾ സംസാരിക്കാൻ 5 എലിമെൻറ്റ്സ് വേണം. വോക്കൽ കോഡ് വേണം, ന്യൂറോ സിസ്റ്റം വേണം, നാക്ക് വേണം, ഉമിനീര് വേണം, പല്ല് വേണം. അത് ഈ പല്ലില്ലാത്ത അപ്പച്ചന്മാർ പഴമെന്ന് പറഞ്ഞാൽ പയോന്ന് പറയത്തുള്ളൂ. 5 സിസ്റ്റത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്നാൽ സ്വർഗത്തിൽ പോകുന്ന നാളെ ഞാൻ പറയും, ഈ ബോഡിയല്ല, വേറെ തേജസ്സിൻ്റെ ബോഡിയാ. അവിടെ ചെല്ലുമ്പോൾ സ്വർഗീയമായ ഒരു ഭാഷയിൽ നമ്മൾ സ്വർഗീയ സംഭാഷണത്തിലാണ് അവിടെ. പർദീസ എന്ന് പറയുന്നത് 3ാം സ്വർഗം അറിയാം. 1ാം സ്വർഗം ആകാശം, 2ാം സ്വർഗം വിസ്കോസിറ്റി പ്രപഞ്ചം, 3ാം സ്വർഗം അതിൻ്റെ ഒരു ഭാഗമാണ് പർദീസ, മറുഭാഗമാണ് ദൈവസിംഹാസന സ്ഥലം.
ആ പർദീസയിൽ ആ കർത്താവ്, നമുക്കറിയാം, കർത്താവെ മരിച്ചു, പാതാളത്തിൽ ചെന്നു. പാതാളത്തിലെ പഴയ നിയമ വിശുദ്ധന്മാരുമായി നേരെ എവിടെ പോയി? പർദീസയിൽ പോയി. അപ്പോൾ ഭൂമിയിൽ നിന്ന് ആരെ കൊണ്ടുപോയി? ആ ദുഷ്പ്രവർത്തിക്കാരൻ മാനസാന്തരപ്പെട്ടവനെ കൊണ്ടുപോയി. അന്ന് മുതൽ ഇന്ന് വരെ അതാണ് പൗലോസ് പറയുന്നത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടിരിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. മരണമെന്ന് പറയുന്ന പ്രതിഭാസം ആക്ച്വലി ദൈവമക്കൾക്ക് ഒരു പ്രമോഷനാണ്. ഈ ശരീരത്തിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ രോഗമില്ല, ഭാരമില്ല, ദുഃഖമില്ല. അവിടെ ചെന്നാൽ എല്ലാവരെയും തേജസ്സിൽ കണ്ട് തേജസ്സിൻ്റെ കൺവെർസേഷൻ നോക്കിക്കേ, എന്തൊരു ഭയങ്കരമാണെന്നറിയാമോ? ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടെന്ന്. മോശ മരിച്ചു, അവനെ അടക്കി. യഹോവയാണ് അടക്കുന്നത്. അതുകൊണ്ട് ആർക്കും അറിയാൻ മേല സ്ഥലം എവിടെ അടക്കിയെന്ന്. അതുകൊണ്ട് ഇവർ പോയി നോക്കിക്കേ, താബോർ മലയിൽ ഇവർ രണ്ടുപേരും ജീവിച്ചത് 1000-ൽ പരം വർഷത്തെ ഡിഫറൻസ്. മോശ ജീവിച്ചത് ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുൻപുള്ള കാലം. അതെല്ലാം കഴിഞ്ഞ് 1000-ഓളം വർഷം കഴിഞ്ഞ് ഏലിയാവ് ജീവിക്കുന്നു. ഇവർ രണ്ട് സ്വർഗത്തിൽ ചെന്ന് നോക്കിയാണ് ഭാഷണം പറയുക. രണ്ടുപേരും കൂടെ ആ താബോർ മലയിൽ ഇറങ്ങി കർത്താവിനോടൊപ്പം നിന്ന് അവരുടെ കൺവെർസേഷൻ കേട്ടോ. എന്താ അവരുടെ കൺവെർസേഷൻ? അവരുടെ കൺവെർസേഷൻ യെരുസലേമിൽ കർത്താവ് പ്രാപിപ്പാനുള്ള നിര്യാണം. രണ്ടുപേരും ഒരുപോലെ, രണ്ടുപേർക്ക് പേഴ്സണാലിറ്റി, രണ്ടുപേരെയും കാണാം. പത്രോസ് സാധാരണ ശരീരത്തിലിരിക്കുന്ന പത്രോസ് പറയുക, കർത്താവെ ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ, ഒന്നാ അച്ചായനും ഒന്ന് ഈ അച്ചായനൊന്നും അല്ല പറഞ്ഞത്, ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവും. കണ്ടോ, വ്യക്തമാക്കി കൊടുത്തു. ഒന്നിത് മോശയാണ്, ഒന്നിത് ഏലിയാവാണെന്ന് പത്രോസിന് വ്യക്തമാക്കി കൊടുത്തു. കാരണം അവിടെ ഐഡന്റിഫിക്കേഷൻ, പേഴ്സണാലിറ്റി. അച്ചായൻ ആദ്യം മരിക്കുന്നു, പർദീസയിൽ ചെല്ലുന്നു. അമ്മാമ്മ പുറകെ മരിക്കുന്നു, പർദീസയിൽ ചെല്ലുന്നു. രണ്ടുപേർക്കും അറിയാം അച്ചായൻ അമ്മാമ്മയാ. പക്ഷെ ചായടറി ആ പരിപാടിയൊന്നുമില്ല, ആ ബന്ധങ്ങളൊന്നുമില്ല. കാരണം ഗ്ലോറിയസ് ബോഡിയാ. വി ആർ വിത്ത് ഗ്ലോറിയസ് ബോഡി. ആ ഗ്ലോറിയസ് ബോഡിയിൽ ആ ചിന്ത വരത്തില്ല. നോക്കിക്ക്, ഇവിടെ സഭായോഗത്തിൽ നിങ്ങൾ ഇരിക്കുന്നു, വിശുദ്ധ സ്ഥലത്തിരിക്കുന്നു, ഭർത്താക്കന്മാർ ഇവിടെ ഇരിപ്പുണ്ട്, അവരുടെ ഭാര്യമാർ ഇപ്പുറത്തുണ്ട്. ആ ബന്ധമല്ല ഇവിടെ ഓർമ്മയുണ്ടോ? ഇല്ല. ഈ ശരീരത്തിൽ പോലും ദൈവസന്നിധി ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു ബന്ധം ഓർമ്മയില്ലെങ്കിൽ, ഈ ശരീരം വിടുമ്പോൾ തേജസ്സിന്റെ ശരീരം കിട്ടുമ്പോൾ ആ ബന്ധങ്ങളെല്ലാം മാറി തേജസ്സിന്റെ ബന്ധം കിട്ടുമ്പോൾ ആരോടെ ഇടപെടാൻ പോകുന്നത്? അബ്രഹാമിനോട്, ഇസ്ഹാക്കിനോട്, യാക്കോബിനോട്, മോശയോട് എല്ലാം നാം ഇടപെടും. ഇതെന്തൊരു ഭാഗ്യമാ ദൈവമക്കളെ. നിത്യതയുടെ 2ാം ഘട്ടം, നിത്യയുടെ 3ാം ഘട്ടമാണ്, 3ാമത്തെ അവസ്ഥയാണ്. കർത്താവ് വരുമ്പോൾ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകും. നമുക്ക് 7 വ്യത്യാസങ്ങൾ വരും, അത് നമുക്ക് നാളെ ചിന്തിക്കാം. സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന 3 കാര്യത്തിനാണ്. ഒന്ന്, ഇപ്പോൾ നാം കണ്ണാടിയിൽ കാണുന്നു, അന്ന് മുഖാമുഖമായി കാണും. കർത്താവിനെ നേരിട്ട് കണ്ട് ആരാധിക്കും. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഇന്ന് വിശ്വാസത്താൽ ആരാധന. ഇന്ന് വിശ്വാസത്താൽ ആരാധിക്കുന്ന നമ്മൾ 10,000-ങ്ങളിൽ സുന്ദരനെന്ന് കുഞ്ഞുങ്ങൾ പാടിയില്ലേ? ആ കർത്താവിനെ നേരിട്ട് കാണുമ്പോൾ നമ്മളും സുന്ദരന്മാരും സുന്ദരികളുമാവും. നമ്മുടെ ഈ കഷണ്ടി തലയും കുഴിഞ്ഞ കണ്ണുമൊക്കെയൊക്കെ പോകും. മനസ്സിലായി? ഡെന്റൽ ഡോക്ടർ വെച്ച പല്ലൊക്കെ എടുത്ത് ദൂരക്കളയും കർത്താവ്. നമ്മുടെ ശരീരം തേജസ്സാകും. നമ്മൾ അവിടെ ചെല്ലും, നമ്മളെ കർത്താവിനെ ആരാധിക്കും. 2, അടുത്തത് കേട്ടോണം, we are going to get rewards. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ആ പ്രതിഫലത്തെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. അളന്ന് തൂക്കി കുറിച്ച് ഒന്നും കുറയാതെ കർത്താവ് പ്രതിഫലം തരും. 3, നമ്മുടെ തേജസ്സിന്റെ ബോഡിയിൽ ഒരുപാട് മർമ്മങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരും. ഈ ന്യൂറോ സിസ്റ്റത്തിനെ ഉൾക്കൊള്ളാൻ പാടില്ലാത്ത മർമ്മങ്ങളുണ്ട്. മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അത് വൈനായി. എങ്ങനെ? ലാസറസ് എന്ന സൗണ്ട് കിട്ടിയപ്പോൾ സോമാറ്റിക്കൽ ഡെത്തും മോളിക്കുലാർ ഡെത്തും കഴിഞ്ഞ് റോട്ടിംഗ് ആയ വ്യക്തി സുന്ദരനായിട്ട് വെളിയിൽ വന്നു. അതിന്റെ പുറകിൽ ഒരു പവർ പ്രവർത്തിച്ചു. കുഷ്ഠരോഗിയെ നോക്കി ശുദ്ധമെന്ന് പറഞ്ഞപ്പോൾ സുഖമായി. ഒരുപാട് മർമ്മങ്ങളുണ്ട്, അത് മുഴുവൻ അവിടെ ചെല്ലുമ്പോൾ വെളിപ്പെടുത്തി തരും. അതാണ് പറയുന്നത്, കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖം കാണുന്നു. എന്താ അറിയാവോ? 4ാമത്തെ അവസ്ഥയ്ക്ക് വേണ്ടിയാ.
നിത്യതയുടെ 4-ാമത്തെ അവസ്ഥ നമ്മൾ ഈ ഭൂമിയിൽ കർത്താവിനോടൊപ്പം വാഴാൻ വരും. ദൃശ്യ ശരീരത്തിൽ 2 കൂട്ടം ആളുകളുണ്ട്. അവരെ നമ്മൾ വാഴണം. അവരെ വാഴുക എന്ന് പറഞ്ഞാൽ ഡോക്ടറും നേഴ്സും ഒന്നും ഇല്ലാത്ത ലോകമാണ്. പോലീസില്ല, പട്ടാളമില്ല, യാതൊന്നുമില്ല. കാരണം സാത്താനില്ല. ഡെവിളിക് വേൾഡ് അല്ല, ഡെവിൾ പ്രൂഫാ. സാത്താനില്ലാത്ത ലോകമാ. ഒരു പ്രശ്നവുമില്ല. ഞാനും നിങ്ങൾ ക്രിസ്തുവിനോട് വാഴുമ്പോൾ ഇവരെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന നോളജ് അവിടെ കിട്ടും. 4-ാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് 1000 ആണ്ട്. 5-ാമത്തെ അവസ്ഥയാണ് പുതിയ യെരൂശലേം. അത് നമ്മുടെ നിത്യതയുടെ ആരംഭം. വായിക്കാം വെളിപ്പാട് 21:9. വെളിപ്പാട് 21:9. അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശമുണ്ടായിരുന്നു. 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാട്ടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കി, ഇപ്പൊ അനീഷ് പാസ്റ്റർ പറയാ എല്ലാവരും വെളിയിലോട്ട് നീക്കണം, ഒരു മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് നമ്മളെ കൊണ്ടുപോവുക. നമ്മുടെയൊക്കെ എക്സ്പെക്ടേഷൻ എന്നതാ? കർത്താവിൻ്റെ ദാസന്മാർ പറയുക എല്ലാവരും വെളിയിലോട്ട് ഔട്ട്സൈഡിലോട്ട് ഒരു പുതിയ മണവാട്ടിയെ കാണിക്കാം. നമ്മുടെ എക്സ്പെക്ടേഷൻ എന്തുവാ? നല്ലൊരു സുസുന്ദരി പെണ്ണിറങ്ങി വരുന്നതല്ലേ? അതോ ഒരു പുരുഷൻ ഇറങ്ങി വരുന്നതാണോ? അല്ല, നല്ലൊരു പെണ്ണ്, അല്ല അലങ്കാര വേഷമൊക്കെ ധരിച്ചല്ലേ, ഗൗണോ അല്ലേ, സാരിയോ എല്ലാം ഉടുത്ത് നല്ല നോക്കിയേ, നല്ല സുന്ദരിയാക്കി ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പെണ്ണിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ? അപ്പോൾ കർത്താവ് പറഞ്ഞു യോഹന്നാനോട്, വരിക, കുഞ്ഞാടിൻ്റെ കാന്തയെ കാണിക്കാം. അപ്പോൾ അദ്ദേഹം അതേ പ്രതീക്ഷയിലാണ് ചെല്ലുന്നത്. അടുത്ത വാക്യം ഒന്ന് വായിച്ച്. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി. യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു. 1500 മൈൽ നീളം, വീതി, പൊക്കം. കാശ്മീർ ടു ചെന്നൈ, നമ്മുടെ വീടിന്റെ പൊക്കം താമസിക്കാൻ പോകുന്നത്. ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ 2000 അടി. കുർജ് ഖലീഫ, ദുബൈ 2000 അടിയേ ഉള്ളൂ. നമ്മൾ താമസിക്കാൻ പോകുന്ന വീട് 1500 മൈൽ നീളം, വീതി, പൊക്കം. 12 രത്നമായിന് താഴെ. ഗോപുരങ്ങളിൽ പഴയ നിയമ ഭക്തന്മാരുടെ പേർ, അടിയിൽ എൻ്റെ നിങ്ങളുടെ പേർ, നമ്മുടെ എല്ലാ പേരവിടെ കൊത്തും. നമുക്കതാ, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. നിർമ്മിക്കുന്നത് ദൈവം ശില്പിയായി നിർമ്മിക്കുന്നു. ശില്പിയാരാ? എഞ്ചിനീയർ യഹോവയായ ദൈവം, പെയിന്റർ കർത്താവായ യേശു. ഇവിടെ എന്തെല്ലാം പ്രവൃത്തി ചെയ്യുന്നോ അതിന് തക്കവണ്ണമായിരിക്കും മനുഷ്യൻ. അവിടെ നമ്മളെ താമസിപ്പിക്കും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിത്വം അവിടെ ഉണ്ട്. നമ്മുടെ നിത്യതയുടെ ആരംഭം, നിത്യതയുടെ 5-ാമത്തെ അവസ്ഥ. 1-ാമത്തെ അവസ്ഥ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യമായ ദൈവസഭ. ഇവിടെ റിസ്ക് ഉണ്ട്. ആ റിസ്ക് കവർ ചെയ്യാൻ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകണം. ഇത് കഴിഞ്ഞാൽ നോ റിസ്ക്. 2-ാമത് പർദീസ, ശരീരം വിട്ടാൽ. 3-ാമത് സ്വർഗത്തിൽ പ്രതിഫലത്തിന്. 4-ാമത് മില്ലീനിയൽ കിങ്ഡത്തിൽ. 5-ാമത് പുതിയ യെരൂശലേം. അവിടെ നമ്മുടെ നിത്യത, യഥാർത്ഥ നിത്യത ആരംഭിക്കും.